അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഗ്രാമസഭ കൂടാം. പക്ഷേ മഴക്കാലം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്നറിയാം. എങ്കിലും നമ്മുടെ ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ വാർഡിനോട് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്ന് ഇതിലേക്ക് കൊണ്ടുവന്നത്. മറ്റ് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഈ അനുമോദന പരിപാടിക്ക് ശേഷം നിങ്ങളെ അറിയിക്കാം. അച്ഛൻ്റെയും കാര്യങ്ങളും സംസാരിച്ച് അധ്യക്ഷനെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അനുമോദന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബൈജു മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. ആദ്യമായി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോർണിംഗ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടി സാറിനെ പറ്റി കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഞാൻ പോയില്ല. എനിക്കറിയുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. സാറ് റിട്ടയർഡായി, പോലീസിലായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി വന്നതിന് ശേഷം ഒരു നാട്ടിൽ അദ്ദേഹം ഒരു സന്നദ്ധ സേവനം നടത്തിക്കൊണ്ട് മുൻപോട്ടേക്ക് പോവുകയാണ്. ഒരു നാടിനെ ആകെ കോർത്തിണക്കി പിടിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങളെ മികച്ച രീതിയിൽ മുൻപോട്ട് നയിച്ചുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട്, നമുക്കറിയാം പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പോൾ കുട്ടിച്ചൻ സാറിന്റെ നേതൃത്വത്തിലുള്ള മോർണിംഗ് ഫൈറ്റേഴ്സിലെ കുട്ടികളാണ് നമുക്കറിയാം എല്ലായിടത്തും ഓടി നടന്ന് തെരച്ചിൽ നടത്തുകയും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് നമുക്കെല്ലാം അറിയാം. നമുക്കൊരു മിനിറ്റ് ഒന്ന് ഒരു മൗനം ആചരിക്കേണ്ടത് കൂടി ആയിട്ടുണ്ട്. നമുക്കറിയാം അനീഫ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നിരവധിയായ ആളുകൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനീഫ എന്ന് പറയുന്ന നാട്ടിലെപ്പോഴും എല്ലാവരോടും സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഓടി നടന്നിരുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന, എല്ലാവർക്കും സഹായിയായിരുന്ന അനീഫ നമ്മളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുഴയിൽ തേങ്ങ പിടിക്കാൻ ചാടിയതാണ്. ഒടുക്കിൽപ്പെട്ട് അനീഫ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരം നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് വന്നാൽ സമയവും നിന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അനീഫയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ കുട്ടിച്ചൻ സാറിന്റെ കുട്ടികൾ സാറിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ സാർ എപ്പോഴും നമ്മളോടൊക്കെ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, SSLC കഴിഞ്ഞ കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഞാൻ അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാം, നല്ല പരിശീലനം കൊടുക്കാം. ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു തലമുറ ഇന്ന് നമ്മുടെ മുൻപിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ ലഹരിയെ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല യുവജനങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടിച്ചൻ സാർ വഹിക്കുന്ന പങ്ക് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ച് നമ്മുടെ വാർഡിന്റെ ഒരു ചെറിയ ഉപഹാരം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൊമെന്റോ വേണ്ട. കാരണം മൊമെന്റോ വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ മൊമെന്റോയ്ക്ക് കയ്യും കണക്കും ഉണ്ടാകില്ല. അത് ഉപകാരപ്പെടാതെ നമ്മുടെ ഷോക്കേസിൽ ഇരുന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വരാം, നിങ്ങൾ ക്ഷണിച്ചതിൽ നിങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടിമാരോട് എത്തിയിട്ടുണ്ട്. പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള നന്മ പ്രവൃത്തികൾ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന കുട്ടിച്ചൻ സാറിന് നിറഞ്ഞ കൈവഴിയോടുകൂടി നമുക്ക് ആദരം നൽകാം. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. എന്റെ കളിക്കൂട്ടുകാരനാണ് നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒത്തിരി അടിപിടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞാനും നന്ദനും ഒക്കെ തമ്മിൽ. അത് വലുതായാലും നല്ലൊരു മധുരമുള്ള ഓർമ്മകൾ തന്നെയാണ്. കാശിനാഥിന്റെ മകൻ നീറ്റ് പരീക്ഷയിൽ നല്ല രീതിയിൽ മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ഓരോ കുട്ടികളും. നമ്മുടെ പ്രസിഡന്റിന്റെ മകൾ MBBS കഴിഞ്ഞ് നന്നായി പഠിച്ച് മിടുക്കിയായി പഠിച്ചിട്ടാണ് ആ കൊച്ച് എൻട്രൻസ് പരീക്ഷയിൽ കൂടി തന്നെയാണ് പ്രസിഡന്റിന് 2 മക്കളും കയറി വന്നിട്ടുള്ളത്. അതൊന്നും നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. കാശിനാഥനും അതുപോലെ തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാവുന്ന ഒരു കുട്ടി തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ആ മകൻ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. MBBSന് അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ആതുര സേവന രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് സമൂഹത്തിന് നന്മ ചെയ്ത് നല്ല കുഞ്ഞായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാശിനാഥിനെ ആദരിക്കുന്നതിന് വേണ്ടി ബൈജു മാഷിനെ ക്ഷണിക്കുകയാണ്. പ്രസിഡന്റും ബൈജു മാഷിനെ ക്ഷണിക്കുന്നു.
ആദരിക്കും. അതിൽ നിന്ന് SSLCക്കും +2-നും മികച്ച വിജയം നേടി. ഇപ്പം എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ നമ്മുടെ കുട്ടികളുണ്ട് ഇവിടെ. നല്ല രീതിയിൽ പഠിച്ച് മിടുക്കരായി വന്നിട്ടുള്ള മോള് പുറകോട്ട് പോയിരിക്കുന്നത്, ഇങ്ങോട്ട് വന്നിരിക്കും. കുട്ടികളുണ്ട്. അൻസയുണ്ട്, നമ്മുടെ ഫയർ സ്റ്റേഷനിലെ നൗഷാദുട്ടിയുടെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ഹസീനയുടെയും മകളാണ്. മുഴുവൻ വിഷയങ്ങൾക്കല്ലേ നമ്മളെ A+ നേടിയ എണ്ണം കുറവുണ്ട്. 5 A+ ആണ് അല്ലേ. അപ്പം നമ്മളങ്ങനെ മുഴുവൻ വിഷയമോ അല്ലെങ്കിൽ ഫുൾ A+ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മുടെ വാർഡിൽ നിന്ന് പഠിച്ച് മിടുക്കരായി വരുന്ന കുട്ടികളെ ആദരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ഗ്രാമസഭയിൽ മിലിറ്ററിയിലേക്ക് പോയ അമരീഷിനെയായിരുന്നു നമ്മൾ ആദരിച്ചത്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഗ്രാമസഭ വന്നത്. ഗ്രാമസഭയിലാണല്ലോ എല്ലാവരെയും ഒത്തുകിട്ടുക. അതുകൊണ്ട് അവരെ ആദരിക്കുകയാണ്. ഞാൻ ഓർഡറിലൊന്നുമല്ല വായിക്കുന്നത്, എല്ലാവരെയും വായിച്ചു പോകാം. പേരെഴുതി വെച്ചവർക്ക് അവരെ ആദരിക്കുന്നതിന് വേണ്ടി അവർക്ക് കുട്ടിച്ച സാർ പറഞ്ഞതുപോലെ മൊമെന്റോ കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ മഹാത്മാഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കുട്ടികൾ വായിച്ചു വളരണം അല്ലേ. നന്നായിട്ട് വായിക്കണം. വീടിൻ്റെ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ആരും ഇടരുത്. കിട്ടിയ പുസ്തകം വായിക്കണം. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം. മൊബൈലിൻ്റെ മുമ്പിൽ മാത്രം ആധുനിക ലോകത്തെ ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ ചെലുത്താതെ കുറച്ച് വായനയിലേക്ക് തിരിയണം. നല്ല ശീലങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഗാന്ധിജിയുടെ ബുക്കാണ്. പല സ്ഥലത്തുനിന്നായിട്ട് സംഘടിപ്പിച്ചതാണ്. ഒരു സ്ഥലത്ത് കിട്ടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഫൈജു മാഷിനെ അതോടൊപ്പം തന്നെ നൂറുദ്ദീൻ മെമ്പറെ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. കുട്ടികൾ ഉണ്ടാവില്ല. വന്നവരെ പേര് വിളിക്കുന്നവര് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കടന്നു വരണം കേട്ടോ. അവലേക്ക് പോലെ മിന ഫ്രാൻസിസ്. എല്ലാവർക്കും കൈയടിക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമല്ലേ. മിനൻ ഫ്രാൻസിസ് +2 കഴിഞ്ഞതാണ്. ആഗ്നേത് +2 കഴിഞ്ഞതാണ്. മോനില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വരാം. ലെന മരിയ സജി, മെമ്പർമാർ നോക്കിയല്ല. ലെന മരിയ സജി +2 കഴിഞ്ഞതാണ്. അനീന തെരേസ സജി മുഴുവൻ മേടിച്ചോ. അനീന തെരേസ സജി. കൃഷ്ണവൃന്ദ SSLC-യാണ്. കൃഷ്ണവൃന്ദ വൈശാഖ് +2 ആണ്. മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കടന്നു വന്നിട്ട് മേടിക്കണം. കൃഷ്ണവൃന്ദ SSLC-യാണ് നമ്മുടെ രമേശ് ചേട്ടൻ. വൈശാഖിന്റെ അമ്മയാണ് അനുമൂല്യം, വാർഡിലെ കർഷകൻ. ആഗ്നേഷ് പുഷ്പേട്ടന്റെ മകനാണ്. പ്രാർത്ഥന +2 ആണ്. പ്രാർത്ഥന സാറിന്റെ സ്റ്റുഡന്റും കൂടിയാണ്. ഷഫീന SSLC-യാണ്. സാനിയയുടെ അമ്മയാണ്. അൻസ നൗഷാദ്. അൻസെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുണ്ട്. വൈജുമാഷിന്റെ സ്റ്റുഡന്റ് അല്ല. ഇതിൽ കുറെ പേരൊക്കെ വൈജുമാഷിന്റെ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വൈജുമാഷിനെ ക്ഷണിച്ചത്. അൻസയുടെ ചേച്ചി എന്ന് പറഞ്ഞ ഡോക്ടറാണ്. MBBS പഠിക്കുകയാണ്. ലാമിയ വിജേഷ്. ലാമിയയുടെ അമ്മമ്മ സരസ്വതി ചേച്ചി വന്നിട്ടുണ്ടോ? ഇല്ല. യദുകൃഷ്ണ ആൻ മരിയ SSLC-യാണ്. ആൻ മരിയ MBTയുടെ പ്രസിഡന്റ് സൗമ്യയുടെ തൊണ്ടി സ്കൂളിൽ. ആൻ മരിയ. ദേവനന്ദ് PK SSLC-യാണ്. രജനി. പ്രാർത്ഥനയിൽ രജനി വായിക്കോ. നിവേദ് അക്ഷരപ്രിയ. നിവേദ് അക്ഷരപ്രിയക്കും കൊടുക്കണം.
നന്മകൾ ആശംസകൾ നേരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SSLC എന്ന് പറയുന്ന കടമ്പ നന്നായി ഓർക്കളച്ചിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ +2 കടന്നിരിക്കുകയാണ്. അപ്പോൾ SSLCക്ക് ഫുള്ള് മാർക്ക് വാങ്ങിയപ്പോൾ എൻ്റെ മോക്കൊക്കെ ഒരു വലിയ വിചാരം ഉണ്ടായിരുന്നു. +2 വളരെ നിസ്സാരമായിട്ട് എനിക്ക് കിട്ടുമെന്നൊക്കെ ഉള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ +1 നന്നായി കുഴപ്പി. എങ്കിലും +2 എത്തിയപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുമ്പോട്ടേക്ക് പോയി. പിന്നെ അത് പറഞ്ഞ ബന്ധങ്ങൾ സൂക്ഷിക്കുക. ഞാനും എൻ്റെ മക്കളും എന്നതിലുപരിയായി ചുറ്റുപാടുമുള്ളവരെ ശ്രദ്ധിക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവിടെ മാതാപിതാക്കൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരോട് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ജനകീയ മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട ജൂബിലി ചാക്കോ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൂറൂട്ടി, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ മെമ്പർ, രാധിക മെമ്പർ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിച്ച സാർ, ഇന്നിവിടെ അനുഭവത്തിൽ കാശിനാഥൻ, നമ്മുടെ പഞ്ചായത്തിൻ്റെ വിനോദ്, ഇവിടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ടവർ, ആദ്യമേ തന്നെ എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത് ഞാൻ ജൂബിലിയുടെ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. എനിക്കറിയാം, മുള്ളേരിക്കൽ എന്ന് പറഞ്ഞാൽ ജൂബിലിക്ക് മുള്ളേരിക്കൽ വിട്ട് വേറെ പരിപാടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ കേസിലൊക്കെ വിളിക്കുമ്പം മുള്ളേരിക്കലാണ്, അവിടെയാണ്, ഇവിടെയാണ്, ഒരേ മുള്ളേരിക്കലിന്റെ വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. ഇന്ന് രാവിലെ പറയുമ്പോഴും ഈ ഗ്രാമസഭയും ഇതിന്റെ തിരക്കുകളും മാത്രമാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനകീയ മെമ്പർക്ക് ഏറ്റവും വലിയ സ്വഭാവം. അതിന് തെളിവാണ് ഈ ഗ്രാമസഭയിൽ നിങ്ങൾ ഈ സമയത്തും ഇവിടെ വന്നു ചേർന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഞാൻ ഇതിവിടെ അനുമോദനം കുട്ടിച്ച സാറിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട. അത് അങ്ങേയറ്റം ജൂബിലി മെമ്പർ പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. റിട്ടയർ ചെയ്ത സാധാരണ എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോവുകയാണ് ചെയ്യുക. പക്ഷേ കുട്ടിച്ച സാർ നമുക്കറിയാം, അതിരാവിലെ തന്നെ എത്രയോ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലി, ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസമാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിയുമ്പോഴേ വിദ്യാർത്ഥികൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ജോലി സാധ്യത കണക്കുകൂട്ടിയിട്ടാണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, ജോലിക്ക് വേണ്ടി കഠിനമായ മത്സരം നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ എത്രയോ ആളുകൾക്ക്, കുട്ടികൾക്ക് ഒരു ജീവിതത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത കുട്ടിച്ച സാറിനെ അനുമോദിക്കാനുള്ള ഈ തീരുമാനം അങ്ങേയറ്റം ഏറ്റവും യുക്തമായ തീരുമാനമാണ്. ഞാൻ അദ്ദേഹത്തെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. ഒപ്പം കാശിനാഥനെ, ഒപ്പം എല്ലാവരും. എനിക്കിന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ SLC ഞാൻ എപ്പോഴും പറയും, SLC +2 ഒക്കെ ഒരു 50 മീറ്റർ ഓട്ട മത്സരമാണ്. ജീവിതത്തിൽ വലിയ ഓട്ട മത്സരം വരുന്നതേ ഉള്ളൂ. ആ വലിയ ഓട്ട മത്സരത്തിലെ വിദ്യാർത്ഥികൾ ചിലരെല്ലാം കാലിടറി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. SLCക്ക് ഫുൾ A+ കിട്ടിയ ആളുകൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ല. അവർ +2 ചിലപ്പോൾ ഫുൾ A+ കിട്ടിയ ആളുകൾ അടുത്ത സ്റ്റെപ്പിൽ കാലിടറി വീഴുന്നു. അപ്പോൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഈ അംഗീകാരങ്ങൾ. ഇനി നിങ്ങൾ ഇതിൽ കൂടുതൽ വിജയങ്ങൾ നേടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ വീടിന് ചിലരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെല്ലാം, ഞാൻ അധ്യാപകരായതുകൊണ്ട് തന്നെ ഞാൻ ഈ വിദ്യാർത്ഥികളെ വളരെ സാമൂഹികം ശ്രദ്ധിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേകത, ഇന്നിപ്പോൾ മാതാപിതാക്കൾ മക്കളെയൊക്കെ എല്ലാ സൗകര്യവും നൽകിയാണ് വളർത്തുന്നത്. അവിടെ കുട്ടികൾ ഈ സാമ്പത്തിക പരാധീനതകളോ പ്രശ്നങ്ങളോ പലരും അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട് തന്നെ അവർ പലരും തുടർ പഠനങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് അറിയാതെ പുറകോട്ട് പോകുന്നുണ്ട്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അറിഞ്ഞു വളരുന്ന കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിത വിജയം നേടുന്നതും കാണാം. അപ്പോ പല കുട്ടികളുടെയും വിജയത്തിൽ നിന്ന് അവരുടെ മാതാപിതാക്കളുടെ വളരെ കഷ്ടപ്പാടും, പക്ഷേ പല കുട്ടികളും കുറച്ചു കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന സാഹചര്യമുണ്ട്. പുതിയ കാലഘട്ടമാണ്. എനിക്ക് എൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ സമ്മാനങ്ങൾ വാങ്ങിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനമുണ്ട്. അതുകൂടി ഓർത്ത് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതേ ഈ ഹാളിൽ തന്നെ ഇതിലും വലിയ സദസ്സിൽ നിന്ന്, ഈ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ കൂടുതൽ വലിയ സമ്മാനങ്ങൾ ഭാവിയിലേക്ക് നേടാൻ വേണ്ടി കഴിയണം. പല കുട്ടികളും ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ 9ാം ക്ലാസ് 8ലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികളൊന്നും ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമായിരിക്കുമെന്ന് നമ്മൾ കരുതുന്ന കുട്ടികളൊക്കെ +2 നമ്മൾ SLCക്കൊക്കെ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോയി കഴിയണം. ഇവിടെ ജോലി പറഞ്ഞ
എനിക്ക് കാശിനാഥനോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ ഈ സാധാരണ ഗ്രാമങ്ങളിൽ ഡോക്ടർമാർ പണിയെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോ ഭാവി ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞാൽ പേരാവൂരിക്കില്ലാന്ന് പറഞ്ഞെങ്കിൽ പേരാവൂരിലെല്ലാം പാവപ്പെട്ട ആളുകളെ നോക്കാനും ശുശ്രൂഷിക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെ ആളുകൾക്ക് പ്രസിഡന്റിന്റെ നമ്മളെങ്ങനെ പിടിച്ചുകൊണ്ടിരാൻ നോക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് പിടിക്കാൻ വേണ്ടി. പക്ഷെ പിടുത്തം വരുന്നില്ല. അപ്പൊ എല്ലാം ഈ പ്രത്യേകിച്ച് നമ്മൾ ഹയർ സ്റ്റഡി പോയി കഴിയുമ്പോൾ പലപ്പോഴും പുതിയ ജനറേഷനിൽ കണ്ടതാണ് സ്വന്തം നാടിൽ സർവീസ് ചെയ്യാൻ വേണ്ടി ഉള്ള ബുദ്ധിമുട്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഉണ്ടാവരുത്. നമ്മുടെ നാടാണ് ഏറ്റവും വലുത്. ആ നാടിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഒപ്പം ഇങ്ങനെ ഇത്രയും ഈ ഗ്രാമസഭയ്ക്കിടയിൽ ഇങ്ങനെ ഇത്ര മനോഹരമായ ചടങ്ങ് സംഘടിപ്പിച്ച നമുക്കൊരു ഏത് ചടങ്ങ് സംഘടിപ്പിക്കാൻ ഹാർഡ് വർക്ക് വേണം. അതിന് നേതൃത്വം നൽകിയ ശ്രീമതി ജൂബിലി ചാക്കോയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജനങ്ങളോട് ചേർന്ന് നിന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻസ്പിറേഷനാണ്. ആ ഇൻസ്പിറേഷനിൽ നിന്ന് ആളെ കത്തി അവർ ജീവിതത്തിൽ കൂടുതൽ ബഹുമാനപ്പെട്ട പിതാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണ അവരുടെ, അതുപോലെ 14 വാർഡ് മെമ്പർ ജൂബിലി ചാക്കോ മേഡം, അതുപോലെ ബൈജു മാസ്റ്റർ, നോദി, മറ്റ് വേദിയിലും സദസ്സിലുമായി വിളിച്ചിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. കാരണം ഞാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാമസഭയിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയാൻ ഞാൻ ചെറുപ്പം മുതൽ മെനക്കെടാറില്ല എന്നുള്ളതാണ്. എപ്പോഴും റിസ്ക്കുള്ള ജോലി ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായപ്പോൾ അത് ദുരന്തം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരാൾ ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് ദുരന്തമല്ല. ദുരന്തം 2 വിധമുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സ് കഴിച്ച ഒരാളായതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ എവിടെയെങ്കിലൊക്കെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ചുരൽമലയിലും മുണ്ടക്കയിലും ശ്രീകണ്ഠാപുരത്തും ചാലക്കുടിയിലും എന്ന് നമ്മുടെ പൂളക്കുറ്റിയിൽ പോയിട്ട് കുട്ടിയിലെടുത്ത് വരെ നിങ്ങളാണ്. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ആണ്. ഈ ആർമിയിലേക്കും പോലീസിലേക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഇത് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ദുരന്തം 2 വിധമുണ്ട്. ഒന്ന് മനുഷ്യനിർമ്മിതമായ ദുരന്തം. അതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം പുഴയിൽ കണ്ടത്. നമ്മൾ ആവശ്യമില്ലാതെ തേങ്ങ കണ്ടപ്പോൾ എടുത്ത് ചാടി. നീന്താൻ അറിയുന്ന ആളായിരിക്കും. എത്ര നീന്താൻ അറിയുന്ന ആളായാലും നമ്മൾ കാല് കുച്ചി പിടിക്കാനുള്ള സംഭവം തണുപ്പടിക്കുമ്പോൾ. പിന്നെ ഇന്നത്തെ അതിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചായിരിക്കാം. അല്ലെങ്കിൽ തേങ്ങയുടെ വെയിറ്റ് കൊണ്ട് അങ്ങനെ മുങ്ങിപ്പോകാൻ സാധ്യതയില്ല. കാരണം 2 3 തേങ്ങ ചാക്കിൽ കുടുങ്ങിയിട്ട് വെച്ചത് ഒരാൾ പോകില്ല. അവരുടെ കുടുംബക്കാർ പല പ്രാവശ്യം പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും 3 4 പ്രാവശ്യം ഞങ്ങൾ അവിടെ തന്നെ തിരച്ചിലാണ്. കൂടുതൽ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ ഉണ്ടാവില്ല. ആള് താഴോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ നടന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്. ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് ആയാലും ഒരു ഡ്രൈവർ അല്ല ടാങ്കർ ലോറി മറിയാം. ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. പ്രകൃതിയെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. മഴക്കാലത്ത് വെള്ളം പെയ്യും, മഴ പെയ്യും, വെള്ളം പൊന്തും. അപ്പോൾ നമ്മൾ കരുതലെടുക്കണം. പിന്നെ കുറേയൊക്കെ നമ്മുടെ അനാസ്ഥയിൽ ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ പഞ്ചായത്തിനും വ്യക്തികളെ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മളെല്ലാവരും സൗകര്യങ്ങൾ നോക്കി ഓടിപ്പോവുകയാണ്. നമുക്കൊരു 10 സെന്റ് വയലുണ്ടെങ്കിൽ പഞ്ചായത്തിനോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരോട് പറഞ്ഞ് കാല് വിളിച്ച് കരഞ്ഞ് അവിടെ നമ്മൾ ബിൽഡിംഗ് കൊടുക്കും. ഒരു മഴ പെയ്യുമ്പോൾ എവിടെയാണ് വെള്ളം ഡംപ് ചെയ്യേണ്ടത്? വയലുകളിലാണ് വെള്ളം ഡംപ് ചെയ്യേണ്ടത്. ഇന്ന് വയലുണ്ടോ? നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ ബിൽഡിംഗ് പണിയാണ്. പിന്നെ വെള്ളം എങ്ങോട്ട് പോകും? പണ്ടും ഇതുപോലെ മഴ പെയ്യാറുണ്ട്. വെള്ളം സുഗമമായി ഒഴുകി പോകാറുണ്ട്. അതുപോലെ പുഴയിൽ മണൽ വാരുന്നുണ്ടോ? പുഴയിൽ മണൽ വാരിയുടെ കുഴപ്പം അതിന് പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. അവർക്ക് വളരെ റിസ്ക് എടുക്കുക. ഹൈക്കോടതിയിൽ ഓർഡറുണ്ട്, ജൈവ വൈവിധ്യം നഷ്ടപ്പെടും. അങ്ങനെ പോകുന്ന ജൈവ വൈവിധ്യം കോട്ടയം വിചാരിക്കണം. നമ്മുടെ ഈ ശ്രീക്ഷേത്രത്തിന്റെ താഴെ അവർ തുരുത്ത് കണ്ടോ? അതങ്ങനെ കാലാകാലങ്ങളായിട്ട് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സാധ്യതയില്ലാതെ വരുമ്പോഴാണ് അവിടെ തുരുത്തുണ്ടാകുന്നത്. ആ പിന്നെ JCB ഉപയോഗിച്ചിട്ട് ആ കല്ലും മണ്ണും ഒക്കെ മാറ്റി ചിലപ്പോൾ അഴിമതി എന്ന് പറയാം. ഈ മണൽ വാരുമ്പോഴേ അതിനാണ് സൈഡിലേക്ക് വാരിയിടാനോ കേരള പഞ്ചായത്ത് അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിന് സുഗമമായി ഒഴുകി പോകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. പിന്നെ സയൻസ് അറിയാത്ത കുറെ എഞ്ചിനീയർമാർ, പിന്നെ വകതിരിവില്ലാത്ത കുറെ ആൾക്കാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല. വളരെ മനസ്സിൽ വിഷമം തോന്നുന്ന സംഭവമാണ്. ഇപ്പൊ എല്ലായിടത്തും ചെക്ക് ഡാം വരുന്നു.
പിന്നെ കോൺക്രീറ്റിന്റെ തടയണമില്ല. കോൺക്രീറ്റിന്റെ തടയണം പിന്നെ പുഴയിൽ കെട്ടാൻ പാടുള്ളൂ. എത്ര പേർക്ക് അറിയാം? ഈ എഞ്ചിനീയർമാർക്ക് അറിയാനിട്ടാണ്. തടയണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഒഴുകി പോകണം. ഈ ചെക്കിടാന്ന് വന്നാൽ എന്താ കുഴപ്പം? അതിന്റെ ഒരു പില്ലർ നേരെ പുഴയിലെ നടുക്കാണത്. അതിനനുസരിച്ച് ആ ഒഴുകിന് എന്തായാലും തടസ്സം വരും. കരകവിഞ്ഞ് ഒഴുകും, വെള്ളം പുറത്തേക്ക് ഒഴുകും. അതുപോലെ ഇപ്പോൾ ഇരട്ടി പാല പുതിയത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പണിത് ശരിയാണെന്ന്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സിൽ ഞാൻ പറയുന്നത് അത് തെറ്റുണ്ട്. അതിന്റെ ഭീമ വളരെ താഴെയുണ്ട്. ബ്രിട്ടീഷുകാർ പറഞ്ഞ പാലം വഴിയുണ്ട്, അതിന്റെ ഭീമ എവിടെ നിങ്ങൾ നോക്കണം. പാലപ്പുഴ പാലം നിങ്ങൾ നോക്കണം, അതിന്റെ ഭീമ താഴ്ന്നിട്ടുള്ളത്. അവിടെ ചുഴിയാണ്. ഞാൻ ഇടയ്ക്ക് പോയി നോക്കാറുണ്ട്. അവിടെ ചുഴിയായി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കി തടസ്സപ്പെടുത്തുന്നു. അപ്പൊ ഇതൊക്കെ ആരുടെ കുഴപ്പമാണ്? നമ്മുടെ തന്നെ കുഴപ്പമാണ്. ജൈവവൈവിധ്യം, കാലാവസ്ഥ, പരിസ്ഥിതി, പ്രകൃതി ദുരന്തം ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ പുഴകളും തോടുകളെല്ലാം വേസ്റ്റ് ഡെലിപ്പിറ്റ് ചെയ്യാനുള്ള സ്ഥലമായി മാറ്റുകയാണ്. എല്ലാവരും എളുപ്പത്തിൽ എടുത്താൽ കിട്ടും, അത് ഒഴുകിപ്പോഴും. അത് കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ അടിഞ്ഞു കൂടും. ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ പഴയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലീഡർഷിപ്പിൽ പുഴകളും തോടുകളൊക്കെ നമ്മൾ പല പ്രാവശ്യം മോർണിംഗ് വൈറ്റേഴ്സിലെ കുട്ടികൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല. ജനങ്ങൾക്കൊരു ബോധം വരണം, ഇതെല്ലാം പുഴയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതുപോലെ പോയാൽ പറ്റുമോ? അവരിവിടെ ജീവിക്കണ്ടേ? പിന്നെ പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ സേവനം ചെയ്യുക. ഈ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമ്മളത് കടപ്പെട്ടവരാണ്. നമ്മൾ ജനിച്ച കാലം മുതൽ എന്തെല്ലാം സൗകര്യങ്ങളുടെ അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മൾ ജനിച്ച കാലം മുതൽ ഇവിടെ നമുക്ക് എന്തെല്ലാം സൗകര്യം കിട്ടുന്നുണ്ട്. നമ്മളായിട്ട് ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? വേറെ കാലം മുതൽ ജോബിൽ സൂചിക്കുന്നുണ്ട്, മൊബൈലിൽ ഞെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോ അതുപോലെ പ്രകൃതി നമുക്ക് നല്ല ശുദ്ധമായി തരുന്നു. കാറ്റ്, വെളിച്ചം എല്ലാം തരും. ഇതിന് പകരമായിട്ട് നമ്മളെന്തെങ്കിലും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. നമ്മളെല്ലാം അനുഭവിക്കുകയാണ്. അപ്പം നമ്മൾ ഈ എന്താ പറയുക, സേവനം ചെയ്യാൻ നല്ലതാവും. അതിന്റെ പരിസ്ഥിതിയെങ്കിലും നമ്മൾ സേവനം ചെയ്യണം. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു തോമസ് ഇട്ടപ്പം ഇതൊക്കെ വെറും പരസ്യമാണ്, ഈ അല്ലെങ്കിൽ പ്രഹസനമാണ്, പഞ്ചായത്തിന്റെ പ്രഹസനമാണ്, ഒന്നും കിട്ടില്ല. ബോഡി ഒഴുകി പോയാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യണ്ടേ. നമ്മളിൽ ഒരാളാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് പരമാവധി നോക്കണം, കിട്ടുമോ. 4-ാം ദിവസം തെരഞ്ഞ് അപ്പൊ ഇവിടെ ഞാൻ പുറപ്പെട്ടപ്പോൾ പിന്നെ ഹൈസ്കൂളിന്റെ താഴെ പോയി ഇവിടെ നോക്കണം. നിങ്ങൾ നേരെ താഴെ പോയത് അവിടെ നോക്കി ശ്രീ ക്ഷേത്രത്തിൽ അവിടെ നോക്കി. എന്റെ ലാസ്റ്റ് ഞങ്ങൾ കണ്ടപ്പുഴ പാലത്തിൽ അവിടെ നടന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ മടുത്തു. ഒരു 10 മിനിറ്റ് താഴെ ബോഡി കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് വന്ന് ബാക്കി നോക്കാം. അപ്പോഴേ നാട്ടിൽ അവിടെ നോക്കി ഇപ്പോഴേക്കും ബോഡി കിട്ടും. ഇതുപോലെ തന്നെയാണ് ഞങ്ങള് പൂളക്കുറ്റി പോയപ്പോൾ ആർമിക്കാരെ അടിയാറപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം വന്നിരുന്നു. ഏത് ടീം വന്നിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലൊരു ദുരന്തം വരുമ്പോൾ നമ്മളെ കൂടെ കുറച്ച് വളരെ ശക്തരായ ചെറുപ്പക്കാരുമാണ്. അതിന് പെട്ടെന്ന് ചാടിയാക്കി പുറപ്പെടാം. ആർമിക്കാർ വന്നാലും എൻഡിആർഎഫുകാർ വന്നാലും അവർക്ക് ഭാഷ അറിയില്ല, നാടറിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഉണ്ടാവും. നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കാണ് കൂടുതൽ അറിയുന്നത്. അതിന് പൂളക്കുറ്റിയിൽ 12 മണി രാത്രി അവരെ വിളിച്ചു. ഞാൻ 6 മണിക്ക് എത്തുന്നു പറഞ്ഞു. 5 മണിയായിട്ട് കുട്ടികളെല്ലാം എത്തി പോയി. അപ്പൊ അവിടെ ചിലപ്പോൾ 6 മണിയുടെ ക്യാബ് കണ്ണൂർ കരുനാട്ട് തരാൻ പറഞ്ഞ് ആ ഭാഗം ഞങ്ങൾ നോക്കിയതാണ്. അവരെ ഒന്നുകൂടി നോക്കട്ടെ. 5 മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞു ഭാഗങ്ങളെ ബോഡി എടുക്കാൻ കഴിയും. ഈ ചെറുപ്പക്കാർ, ഈ ചെറുപ്പം എന്ന് പറഞ്ഞാൽ യുവതകൾ, അതായത് ചെറുബാല്യത്തിന്റെ ഈ വാർദ്ധക്യത്തിന്റെ ഇടയിലുള്ള കാലം, സൂര്യൻ ഉദിച്ചു വരുന്ന പ്രായമാണ്. ഓരോ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്യാൻ കഴിയും. 18, 19, 20 വയസ്സിലാർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട രീതിയിൽ ക്ലാസുകൾ കൊടുക്കണം. അപ്പൊ എന്തായാലും ഞാൻ നിൽക്കുന്നില്ല. പിന്നെ വേറെ പരിപാടിയുണ്ട്. ഇങ്ങനെ പരിപാടിയിലേക്ക് ഈ പിന്നെ 12-ാം വാർഡിന്റെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഗ്രാമസഭയിലേക്ക് വിളിച്ച് അനുവാദം തന്നെ വളരെ സന്തോഷം. എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മൊബൈലോട് വേണ്ട, കാരണം മൊബൈലോട് എനിക്ക് കാര്യമില്ല. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമാണ്. ഞാൻ 10-ാം വാർഡാണ്, നിങ്ങൾ 11-ാം വാർഡാണ്. എന്താ പറയാ, ഒരു ഭൂമിയെ കേട്ടത് ദൂരമുള്ളൂ. അപ്പൊ ഒരു കുടുംബമാണ്. നിങ്ങളുടെ ഈ വാർഡിലെ ഓരോ മെമ്പർമാരെയും തൊട്ടറിഞ്ഞ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജൂബിലി മേഡത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് നമുക്കുള്ളത്. ഞാൻ നിങ്ങളുടെ RRT ഗ്രൂപ്പൊക്കെ എടുത്ത് നോക്കാം. എന്തെങ്കിലും പോലെ ചർച്ചകളൊക്കെ നടന്നു. അപ്പൊ അതിനൊന്നും വലിയ രാഷ്ട്രീയമൊന്നും അവർക്കില്ല. എല്ലാവരും നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വളരെയധികം സന്തോഷം. ഇതേ രീതിയിൽ മുമ്പോട്ട് പോകണം. ഇതുപോലെ ആദരവ് ഏറ്റുവാങ്ങാൻ മറ്റെല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എനിക്കിങ്ങനെ അവാർഡും പ്രോത്സാഹനമൊക്കെ തന്ന എല്ലാവർക്കും എൻ്റെ വളരെ വളരെ നന്ദി.
നമ്മുടെ ഈ അനുമോദന പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗ്രാമസഭയുടെ ആളുകളാണ് പോകാൻ പാടുള്ളത്. വരുമാനത്തോട്ടും പോകുന്നു പണ്ട് പറഞ്ഞു ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി നിഷ ബാലകൃഷ്ണനാണ്. അവരെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഗ്രാമസഭയിലേക്ക്. അതോടൊപ്പം തന്നെ ഗ്രാമസഭയിൽ എത്തിച്ചേർന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വിനോദ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും, അതോടൊപ്പം തന്നെ അംഗൻവാടി ടീച്ചർമാർ, കുടുംബശ്രീയുടെ പ്രവർത്തകർ, കർമ്മസേനയുടെ ആളുകൾ, അതോടൊപ്പം തന്നെ ആശാ വർക്കർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ഗ്രാമസഭയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ വാർഡിൽ നടപ്പിലാക്കുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രാമസഭയാണ്. കരട് പദ്ധതികൾ അംഗീകരിക്കലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാമസഭയുടെ നോട്ടീസ് എല്ലാവരിലേക്കും നമ്മൾ എത്തിച്ചു. അതുപോലെ തന്നെ അപേക്ഷാ ഫോമുകൾ നമ്മുടെ വാർഡിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫോം നമ്മൾ ചെറുക്കുന്ന അംഗനവാടിയിൽ വെച്ച് കൊടുത്തു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെറുക്കുന്ന അംഗനവാടിയിൽ സ്വീകരിച്ചു. അതിനുശേഷവും ഇന്നും അപേക്ഷ വാങ്ങുകയും കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ മെനക്കെട്ടിരുന്ന് കൊണ്ട് അതിന്റെ ലിസ്റ്റൊക്കെ കരട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇന്ന് കൊണ്ട് തന്നെ ആളുകളുടെ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്കറിയാം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, നാടിന്റെ വികസനങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ട് വേണ്ടി നമുക്ക് എല്ലാ വീടുകളിലും നിർബന്ധമാക്കണമെന്ന് ഞാൻ പ്രസിഡന്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിതകർമ്മസേന എങ്ങനെയാണോ പ്ലാസ്റ്റിക് എടുക്കാൻ വീടുകളിൽ എത്തിച്ചേരുന്നത്, അവർക്ക് നമ്മൾ എങ്ങനെയാണോ പ്ലാസ്റ്റിക് നൽകുന്നത്, അതുപോലെ തന്നെ ജൈവ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം ജൈവ മാലിന്യങ്ങളൊന്നും നമുക്ക് സംസ്കരിക്കാൻ നമുക്ക് സ്ഥലമില്ല. നമ്മുടെ വാർഡ് എന്ന് പറയുന്നത് മുഴുവൻ ആളുകളും ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളുകളൊന്നുമല്ല. എല്ലാവരും 5 സെന്റും 10 സെന്റും കഴിയുന്ന ആളുകളാണ് നമ്മുടെ 11ാം വാർഡിലെ ആളുകൾ കൂടുതലും. അതുകൊണ്ട് തന്നെ റിംഗ് കമ്പോസ്റ്റ് നമ്മുടെ വാർഡുകളിൽ മുഴുവൻ ആളുകൾക്ക് ലഭ്യമാക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ പദ്ധതി പ്രസിഡന്റ് വിശദീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. ആ ഫണ്ടിന്റെ 1 കോടി രൂപ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് 26 ലക്ഷം രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് ആ ഫണ്ട് ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ലഭിക്കും. ആ ഫണ്ടാണ് നമ്മുടെ ശുചിത്വത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടിവെള്ളത്തിനും ശുചിത്വത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. എങ്കിലും ഓൺ ഫണ്ട് വെക്കാൻ പറ്റുമോ, അതിന്റെ മാർഗരേഖയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തൊഴിലുറപ്പിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധിയായിട്ടുള്ള 150ഓളം തൊഴിലുകൾ ഇത് നിശ്ചയിച്ചിട്ടുള്ള തൊഴിലുകളുണ്ട്. അത് ഉൾപ്പെടുത്തിയിട്ട് ഈ റിംഗ് കമ്പോസ്റ്റ് ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമോ എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് പരിശോധിക്കാനില്ലെങ്കിലും റിംഗ് കമ്പോസ്റ്റ് ഇത്തവണത്തെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് നമുക്ക് 19 അപേക്ഷയുടെ മുകളിൽ വന്നിട്ടുണ്ട്. കുറേ ആളോട് ഞാൻ ഇത് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പലരും അപേക്ഷ വെക്കാത്തതുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപേക്ഷ തരരുത് എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. തന്നു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും കിട്ടണമെന്നില്ല. കുറേ ആളുകളോട് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തു, അതിന്റെ മുമ്പിലത്തെ കൊല്ലം കൊടുത്തു. റിംഗ് കമ്പോസ്റ്റ് കിട്ടിയ ആളുകൾ കൊണ്ട് അതിന് അപേക്ഷിക്കില്ല. നമ്മുടെ കൃഷി സാധനങ്ങൾ പോലെയല്ലല്ലോ. കൃഷിയുടെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിന് വീണ്ടും വീണ്ടും അപേക്ഷിക്കാം. റിംഗ് കമ്പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ സ്ഥായിയായിട്ട് ആൾക്കാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അപേക്ഷ വെച്ച മുഴുവൻ ആളുകൾക്കും അത് ലഭിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ വരും കാലങ്ങളിൽ ഈ പദ്ധതി പരിപൂർണമായും എല്ലാ വാർഡുകളിലും നടപ്പിലാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളെല്ലാവരും ജനപ്രതികൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനിയായ പ്രസിഡന്റ് അത് അതിൻ്റെതായ രീതിയിൽ കണക്കിലെടുത്തുകൊണ്ട് അത് നമുക്ക് ലഭ്യമാക്കുമെന്ന് തന്നെയാണ് പറയുവാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഫണ്ടിന്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് തന്നെ അതും വിഒ പരിശോധിച്ച് അർഹരായ ആളുകൾ ആരാണോ അവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനമാണ്. കൃഷിയാനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളൊക്കെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. മറ്റ് നാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ച് ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്താം. പ്രസിഡന്റിനും ചിലവുണ്ടാവുമല്ലോ. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ഡിസംബർ മാസത്തിലാണ്. അതിനുശേഷം ഇപ്പോൾ 8 മാസമാകുന്നു. നമ്മുടെ ഒരു ഗ്രാമസഭ ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞു. നമ്മുടെ വാർഡിനകത്ത് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് നമുക്ക് നമ്മുടെ അംഗനവാടിയുടെ പണി, ഫയർ സ്റ്റേഷന് മുന്നിലുള്ള അംഗനവാടിയുടെ പണി ഒന്നും തുടങ്ങാത്ത ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പില്ലറുകളൊക്കെ വാർത്ത് അതിന്റെ പണി മുൻപോട്ടേക്ക് പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഞാൻ മൂർത്തിനോടും ബൈമാഷിനോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്.
തരണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡുകളിൽ ചില റോഡുകളൊക്കെ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരുവിധം റോഡിൻ്റെയൊക്കെ പണി നമ്മൾ പൂർത്തീകരിച്ചതുമാണ് അല്ലേ. ചില റോഡുകൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള റോഡുകൾക്ക് വേണ്ടുന്ന ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. മുട്ടരിക്കൽ റോഡ് പിന്നെ മഞ്ഞപ്പള്ളിക്കാരുടെ അങ്ങോട്ടേക്ക് പോകുന്നത് മുട്ടി ശുചിത്തിൻ്റെയൊക്കെ മേഘാലയ റോഡിൻ്റെ ആ ഭാഗത്ത് പോകുന്ന റോഡിന് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. കുലത്തലമുക്കിൽ നിന്നും തൊണ്ടിയിലേക്ക് പോകുന്ന റോഡിന് തുടർച്ചയായിട്ട് 3 തവണയാണ് ഫണ്ട് വെക്കുന്നത്. ഒന്ന് സന്നിമേച്ചേരി ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ സന്നിമേച്ചേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ അന്നാണ് ആ റോഡിന് ഒരു വലിയ ഫണ്ട് കൊണ്ടുവന്നിട്ട് നമ്മളതിൻ്റെ കയറ്റമൊക്കെ കുറച്ച് റോഡ് വീതി കൂട്ടി നമ്മൾ പണിതത്. അതിനുശേഷം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോഴും ആ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മൾ വെച്ചത് അവിടെ 2 കലുങ്കുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന പിന്നെ കിരണിൻ്റെയൊക്കെ വീട്ടിൽ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കലുങ്ക് വന്നതിന് ശേഷം ആ വെള്ളം കയറലില്ല. അത്രയും കാലവർഷം വന്നിട്ടുമില്ല. എങ്കിൽ പോലും കിരണിൻ്റെ അച്ഛൻ കുമാരേട്ടൻ്റെ വലിയച്ചേരിയൊക്കെ ഒരു ആവശ്യം ആ പ്രദേശത്തുള്ള മൺമറഞ്ഞു പോയ രാജവേട്ടൻ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകളുടെ ആ പ്രദേശത്തുകാരുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആ 2 കലുങ്ക് അവിടെ നിർമ്മിച്ചു. ആ റോഡിന് പാച്ച് വർക്ക് നടത്തി ഇന്റർലോക്ക് ചെയ്യേണ്ടത് ചെയ്തു. എങ്കിലും ആ റോഡ് ഇപ്പോഴും താറുമാറായി പോയിട്ടാണ് അത് ഡ്രെയിനേജിൻ്റെ പണിയെടുക്കാനുണ്ട്. അവിടെ ഒരു പ്രൊട്ടക്ഷൻ വാള് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ റോഡിന് 10 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് അത് 8 ലക്ഷമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് നമ്മൾ ചെവിടിക്കുന്ന് പിന്നെ മുള്ളേരിക്കൽ റോഡ് ചെടിത്തളം മുള്ളേരിക്കൽ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് മെറ്റീരിയൽ വർക്ക്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ വർക്ക് വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെവിടിക്കുന്ന് പിന്നെ ജംഗ്ഷൻ ജിമ്മി ജോർജ് റോഡിലേക്ക് തിരിയുന്ന ഒരു കൾവർട്ട് അവിടെ നമുക്കറിയാം വളരെ ഒരു ഇടുങ്ങിയ ഒരു പാലം അപകടാവസ്ഥയിലായിട്ട് ഒരുപാട് വർഷങ്ങളായി ഞാനത് ജില്ലാ പഞ്ചായത്തിൽ പോയി താലൂക്ക് സഭയിൽ പങ്കെടുത്തുകൊണ്ട് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാലം അവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അവിടെ കലുങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇപ്പം നല്ല വീതിയുള്ള അപകടമൊക്കെ ഒഴിവായ ഒരു കലുങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ വാൾ നിങ്ങളെല്ലാവരും തൊണ്ടിയിലേക്ക് പോകുമ്പോൾ കണ്ടു കാണും. അതും ഇതുപോലെ തന്നെ താലൂക്ക് സഭയിൽ അപേക്ഷ കൊടുത്ത് കൊണ്ടുവന്നതാണ്. നാടിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പിലെ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുടുംബശ്രീയിലെ പ്രവർത്തകരും എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മറ്റെല്ലാവരും ഹരിതകർമ്മസേനയുണ്ട്. അംഗനവാടി ടീച്ചർമാർ നല്ല മിടുക്കരായിട്ടുള്ള 2 അംഗനവാടി ടീച്ചറാണ്. ആശാ വർക്കർ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് വാർഡിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാവാറുണ്ട്. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും നമ്മുടെ നാടിനകത്ത് ഒരുപാട് വികസനങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. വികസനങ്ങളൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് അതിൽ ബസ് റൂട്ട് അനുവദിക്കണമെന്ന് വരെ നമ്മുടെ പ്രകാശേട്ടൻ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞിരുന്നു. കുരുത്തലമുക്കിൽ നിന്ന് കൊണ്ടിയിലേക്ക് അതിലെ ബസ് റൂട്ട് അനുവദിക്കണം അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ വികസനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാം. പ്രസിഡന്റിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. അജിയേച്ചിയൊക്കെ നമ്മളോട് എപ്പോഴും പറയുന്ന മാലിന്യ പ്രശ്നമാണല്ലേ അജിയേച്ചി. അജിയേച്ചിയുടെ കിണർ മലിനമാകുന്നു. ആ പ്രദേശത്തുള്ള പിന്നെ രേവതി ചേച്ചിയുടെ പറമ്പിലോട്ട് അതുപോലെ KV വിജേഷിൻ്റെയൊക്കെ വീട്ടിൻ്റെ കിണറൊക്കെ മലിനമാകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ട് മാലിന്യ പ്രശ്നം, കാരണം ടൗണുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് നിരന്തരമായിട്ട് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് ഒരു പരിഹാരം എന്ന പോലെ വെറ്റ്ലാൻഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ DPA പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ ഇപ്പോൾ ശുചിത്വ മിഷന്റെ ഫണ്ടിന് വേണ്ടിയിട്ട് 1 കോടി രൂപയാണ്. പക്ഷേ 5 ലക്ഷമാണ് ഇപ്പം നമ്മളതിൻ്റെ ഒരു ടോക്കൺ ഫണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളത് വെച്ചിട്ടുണ്ട്. 1 കോടി രൂപയുടെ ഒരു പദ്ധതി. പക്ഷേ പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ സാധിക്കില്ല. പക്ഷേ പേരാവൂർ ടൗണിൽ നിന്നുള്ള മാലിന്യ പ്രശ്നം ഇനിയും നമുക്ക് ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വൈറൽ ഫീവർ പോലെയുള്ള മണ്ണിടിത്തം ഡെങ്കിപ്പനിയൊക്കെ നാടാകെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്ക് നിർബന്ധമായും ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാകുമെന്ന് ബഹുമാനിയായ പ്രസിഡന്റിന് ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ചയുണ്ട്. പ്രസിഡന്റിന് സംസാരിക്കാറുണ്ട്. അതിനുശേഷം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വൈദ്യുതി സ്വാഗതം പറഞ്ഞിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള സ്വന്തം മെമ്പർ ചാക്കോ, അതുപോലെ വികസനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഹസീനാഥ്, മെമ്പർ നോർമീൻ, 17ാം വാർഡ് മെമ്പറായിട്ടുള്ള രാധിക ജോസ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്ലർക്ക് വിനോദ്, പരിപാടി ഭർത്തർ, അതുപോലെ
ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടിച്ചൻ, അതുപോലെ കാശിനാഥ്, എനിക്ക് പ്രിയപ്പെട്ടവർ. എന്തായാലും ഗ്രാമസഭ നല്ല രീതിയിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് വാർഡിലെ ആളുകളെ അംഗീകരിക്കുന്ന ഒരു പ്രവണതയാണ് ജൂബിലി ചാപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓരോ വാർഡിലും അനുമോദന സദസ്സുകളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള സംഘടനകളാണ് നമുക്ക് അനുമോദനങ്ങളൊക്കെ നൽകി വരാറ്. പക്ഷേ വാർഡിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അനുമോദനം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ നമുക്കേറെ അഭിമാനിക്കാം. മെമ്പർ മുൻകൈയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി ഗ്രാമസഭയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2 വാക്ക് കാശിനാഥനാണ് ഇവിടെയുള്ളത്. കുട്ടിക്കൽ സാറിൻ്റെ സേവനം നേരത്തെ ജൂബിലി ചാപ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. കുട്ടിക്കൽ സാറിൻ്റെ നേതൃത്വത്തിൽ, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലെല്ലാം കുട്ടിക്കൽ സാറിനെ നമ്മൾ അനുമോദിച്ചിട്ടുണ്ട്. എന്തായാലും വാർഡിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ അടുത്ത് നടന്ന ആ ദുരന്തത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടാണ് കുട്ടിക്കൽ സാറിൻ്റെ ടീം നിന്നിട്ടുള്ളത് നമ്മളോടൊപ്പം. അതിന് അദ്ദേഹത്തെ യോഗത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. കാശിനാഥിൻ്റെ ഒരു അനുമോദന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതാണ് കഴിഞ്ഞ ദിവസം. എന്തായാലും കാശിനാഥിനെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ വലിയൊരു കടമ്പയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ കുട്ടികളെല്ലാം ഒരുപാട് പഠിച്ച് ഒരു തവണ ചിലപ്പോൾ കോച്ചിങ് പോയാൽ കിട്ടാത്ത സ്ഥിതിയെല്ലാം ഉണ്ട്. 2 തവണയും 3 തവണയെല്ലാം കോച്ചിങ് പോയിട്ടാണ് ഒരു എൻട്രൻസ് പരീക്ഷയിൽ അധികവും വിജയം കിട്ടാറ്. പക്ഷേ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൂപ്പർ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കോച്ചിങ്ങും ഇല്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ പരീക്ഷ എഴുതി എൻട്രൻസിൽ വിജയം നേടിയതാണ്. അപ്പോൾ അതിനെ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു അഭിമാനകരമാണ് നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. കാശ്മീരിന് ഏറ്റവും നല്ല ഒരു ഡോക്ടറായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ഗ്രാമസഭയിലേക്ക് കടക്കാം. നമ്മുടെ ഗ്രാമസഭയുടെ അജണ്ടയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തെ വാർഷിക പദ്ധതിയുടെ 25-26 വാർഷിക പദ്ധതിയുടെ ഒരു അവലോകനം നടത്തേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കണം. കൂടാതെ കരമാലിന്യ പരിപാലന ചട്ടം ബൈലോ അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള പാസ്സായിട്ടുള്ള പെൻഷൻ ലിസ്റ്റും ഗ്രാമസഭയുടെ അംഗീകാരം വാങ്ങിക്കണം. കൂടാതെ മാലിന്യമുക്ത നവകേരളം എന്ന ഒരു അജണ്ടയും കൂടിയാണ് ഗ്രാമസഭയുടെ അജണ്ടയായി നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. 2026-27 വാർഷിക പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റ് ഗുണഭോക്തൃ ലിസ്റ്റിനെ കുറിച്ചാണ് ആദ്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 9 കോടിയുടെ പദ്ധതിക്കാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. നമുക്ക് ഇത്തവണ പദ്ധതികളെല്ലാം നേരം വൈകിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പദ്ധതികൾ പകുതിയോളം പൂർത്തീകരിക്കേണ്ട സമയമാണ്. പക്ഷെ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഒരു വന്നതുകൊണ്ട് നമുക്ക് പദ്ധതികളെല്ലാം വൈകിപ്പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് 2 മാസം അതിന് പോകേണ്ടി വന്നു. നമുക്ക് ടെൻഡറാകേണ്ട വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാതെ DPC ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് DPC അംഗീകാരം ലഭ്യമായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് കൃത്യമായി നമ്മുടെ പദ്ധതികൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമുക്ക് കാർഷിക മേഖലയിലെ പദ്ധതികളെല്ലാം നേരം വൈകിപ്പോയിട്ടുണ്ട്. സമയബന്ധിതമായി ചെയ്യേണ്ട പല പദ്ധതികളും നമുക്ക് അടുത്ത വർഷം മാത്രമേ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. കാരണം നമുക്കെല്ലാം അറിയാം, മഴ പെയ്യുന്ന സമയത്താണ് മഞ്ഞൾ വിത്തിൻ്റെ മെയ് ജൂൺ മാസങ്ങളാണ് മഞ്ഞൾ വിത്ത് കൊടുക്കേണ്ടത്. കിഴങ്ങ് കൃഷിൻ്റെ ചേന ചേമ്പ് വിത്ത് ഒക്കെ കൊടുക്കേണ്ടത് ആ മഴയുടെ തുടക്കത്തിലാണ്. പക്ഷെ നമുക്ക് വൈകിപ്പോയി. എന്തായാലും അത് അടുത്ത വർഷം പുതിയ മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പം മഞ്ഞൾ വിത്ത് കൊടുത്താൽ അത് കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ആ സമയത്ത് ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എന്തായാലും ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ സാധാരണ നമുക്ക് വികസന ഫണ്ട് കിട്ടിയിട്ടുള്ളത് 2,71,21,175 രൂപയാണ്. അത് നമുക്ക് കിട്ടാനുള്ള ഫണ്ടും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയുടെ ഫണ്ട് പല പദ്ധതികളും പൂർത്തീകരിച്ചിട്ട് നമുക്ക് ഫണ്ട് കിട്ടാത്ത പ്രശ്നങ്ങൾ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി ക്യാരി ഓവർ കിട്ടുമ്പോൾ നമുക്ക് 31,53,740 രൂപ കിട്ടാനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 3,27,04,915 രൂപയുടെ പ്ലാൻ ഫണ്ടാണ് നമുക്ക് വകയിരുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. SCPയിൽ 9,59,000 നമുക്ക് കിട്ടാനുണ്ട് 19,00,000
6,000 രൂപയാണ്. അങ്ങനെ നമുക്ക് 9,59,000 രൂപയുടെ ഫണ്ടാണ് കിട്ടാനുള്ളത്. 1,96,000 കിട്ടാനുള്ളത്. DSP 34,58,725 രൂപയും 3 ലക്ഷം രൂപ നമുക്ക് കിട്ടാനുള്ളതാണ്. അങ്ങനെ 37,58,825 രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ഇത്തവണ വെച്ചിട്ടുള്ളത്. റോഡിന്റെ ഫണ്ടിൽ 40,05,000 രൂപയാണ് കിട്ടാനുള്ളത്. 5,64,487 രൂപ. അങ്ങനെ 45,69,487 രൂപയുടെ പദ്ധതിയാണ്. റോഡ് മെയിൻ്റനൻസിൽ 2,05,89,000 രൂപയാണ് കിട്ടാനുള്ളത്. നമുക്ക് 25,64,324 രൂപയാണ്. അങ്ങനെ 2,31,53,324 രൂപ നമുക്ക് മെയിൻ്റനൻസ് ഫണ്ടിനാണ് കിട്ടാനുള്ളത്. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നമുക്ക് 13,71,000 മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതുപോലെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ടൈഡും ബേസിക്കുമാണ്, അത് മാത്രം തന്നെയാണ് 13,71,000. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ആകെ ഇപ്രാവശ്യം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കിട്ടിയത് 26 ലക്ഷം രൂപയാണ്. നമുക്ക് സാധാരണ കിട്ടാനുള്ള തുക എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷന് 39,28,405 രൂപയും കിട്ടാനുണ്ട്. അങ്ങനെ 52,99,405 രൂപയും ബേസിക് ഗ്രാൻഡിൽ 13,71,000 രൂപയും കൂടെ കിട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് 1 കോടി രൂപയുടെ ധനകാര്യ കമ്മീഷൻ്റെ കിട്ടിയിട്ടില്ല. ലാൻഡ് ഫണ്ടിന് 3,53,740 രൂപ കിട്ടാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കൂടാതെ കിട്ടിയത് 2,71,21,175 രൂപ. അപ്പം ഈ കാലഘട്ടങ്ങളിലെല്ലാം പശുവിന് വാങ്ങൽ എന്ന പദ്ധതിയാണ് കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ എല്ലാവരും പറഞ്ഞത് നമുക്ക് പശുവിന് വേണ്ട, നമുക്ക് ആട് വളർത്തൽ എന്നുള്ള പദ്ധതിയുടെ ധനസഹായം കിട്ടണം എന്നുള്ള രീതിയിലാണ് കൂടുതലായും ഗ്രാമസഭയിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗ്രാമസഭയിൽ നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആട് വളർത്തൽ എന്നുള്ള പദ്ധതി കാണുന്ന പഞ്ചായത്ത് രൂപ നൽകിയിട്ടുള്ളത്. ഒരാൾക്ക് 2 ആടിനെ വാങ്ങിക്കണം, 2 പെണ്ണാടിനെയാണ് വാങ്ങിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 20,000 രൂപയാണ് ആടിന് വേണ്ടത്. 10,000 രൂപ പഞ്ചായത്ത് സബ്സിഡി തരും. ആകെ മുടക്കേണ്ട തുക 10,000 രൂപ മാത്രമാണ്. 10,000 സബ്സിഡിയാണ്. ബാങ്ക് ലോണോ ഗുണഭോക്തൃ ഇതോ എന്നെ വേണമെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനെല്ലാം അപേക്ഷകൾ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇത്തരത്തിലുള്ളതാണ് മൃഗസംരക്ഷണ മേഖലയിൽ. പിന്നെ മുട്ടക്കോഴി വളർത്തലെല്ലാം സാധാരണ നമ്മൾ എപ്പോഴും വെക്കുന്ന പദ്ധതികളാണ്. ഇങ്ങനെയാണ് മൃഗസംരക്ഷണ മേഖലയിൽ ഇത്തവണ നമ്മുടെ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. പിന്നീട് നമ്മുടെ വനിതാ സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നുള്ള രീതിയിൽ വനിതാ ഘടക പദ്ധതിയിൽ എല്ലാ വർഷവും നമ്മൾ പഞ്ചായത്തിൻ്റെ 10% തുക മാറ്റിവെക്കാറുണ്ട്. അത് ഇത്തവണ വനിതകൾക്കായി ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്നുള്ള പദ്ധതി, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള പദ്ധതി, അതുപോലെ വ്യക്തിഗത സംരംഭങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വീടുകളിലടക്കം തുടങ്ങുന്ന വിധത്തിലാണ് നമ്മൾ ഇത്തവണ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് ലൈസൻസ് അടക്കം എല്ലാ ആളുകൾക്ക് നമുക്ക് 10 ആളുകൾക്കാണ് കൊടുക്കാൻ സാധിക്കുക. ലൈസൻസ് നിർബന്ധമാണ്. പഠിച്ച് ലൈസൻസ് എടുത്ത് അതിൻ്റെ കൃത്യമായ വിവരങ്ങളെല്ലാം ഡീറ്റെയിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ 10 ആളുകൾക്ക് നമുക്ക് ഇത്തവണ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിക്കും. 60,000 രൂപയാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുക. അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് സൂചിപ്പിക്കുകയാണ്. പക്ഷേ സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ വർഷവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് വകയിരുത്താറുണ്ട്. പക്ഷേ സംരംഭങ്ങളിലേക്ക് കടന്നു വരാൻ അതുകൊണ്ട് കൂടുതൽ മടി കാണിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷമെല്ലാം നമ്മുടെ 12 ലക്ഷം രൂപയെല്ലാം വകയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് നിർബന്ധമായും 12 ലക്ഷം രൂപ വകയിരുത്തിയേ മതിയാവും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം, ആകെ 26 ലക്ഷത്തിൽ നിന്ന് ആ തുക പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ റിംഗ് കമ്പോസിന് ആകെ 5 വകയിരുത്തിയിട്ടുണ്ട്. ആ 5 ലക്ഷം രൂപക്ക് നമുക്കൊരു വാർഡിൽ കൊടുക്കാൻ പറ്റുക വെറും 10 റിംഗ് കമ്പോസ്റ്റ് മാത്രമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തനത് ഫണ്ടെന്ന് ടെൻഡർ എല്ലാം വരും. ഇപ്പോൾ ടെൻഡർ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ടെൻഡർ ബാലൻസ് എല്ലാം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഓൺ ഫണ്ടിൻ്റെ അതിന് കുറച്ചുകൂടെ നമ്മൾ റിംഗ് കമ്പോസ്റ്റിന് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി ആരംഭിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ നമ്മൾ ഇടപെടും. ശുചിത്വം എന്നുള്ളത് നമുക്ക് നടപ്പിലാക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ നിർബന്ധമായും ചെയ്യുമെന്നാണ് നിങ്ങളുടെ മുമ്പായി സൂചിപ്പിച്ചു പോകാനുള്ളത്. പിന്നീട് പറയാനുള്ളത് 2025-26 വാർഷിക പദ്ധതി ഒരു അവലോകനമാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടത്തിയ പല പദ്ധതികളും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഫണ്ടിൽ നിന്നും മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ വന്നതിൻ്റെ ആ സമയത്ത് നമുക്ക് പദ്ധതികളൊന്നും അധികം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പദ്ധതികളെല്ലാം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ 2 കോടി രൂപയുടെ അധികം നമ്മൾ ഈ വർഷത്തെ ഫണ്ടിൽ നിന്നും വെച്ചുകൊണ്ട് നമ്മളത് പൂർത്തീകരിക്കും. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ്, പിന്നെ ഡിജിറ്റൽ ലൈബ്രറിൻ്റെ എല്ലാം പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലായിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും ശുചിത്വ മേഖലയിലും പശ്ചാത്തല മേഖലയിലും എല്ലാം മുന്നിൽ നിന്നുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് 2025-26 ഭരണസമിതിയുടെ കാലഘട്ടത്തിലും നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചു പോവുകയാണ്. കൂടുതലായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഖരമാലിന്യ പരിപാലന ചട്ടം ക്ലർക്ക് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കും. സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കും. അതുപോലെ നമ്മുടെ പെൻഷൻ ലിസ്റ്റ് വായിക്കും. ഗുണഭോക്തൃ ലിസ്റ്റ് മെമ്പർ അവതരിപ്പിക്കേണ്ടതായിട്ട് സമയമെടുക്കും. അപ്പോൾ അത് ഒരു അജണ്ട കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാലിന്യമുക്ത നവകേരളം എന്നുള്ള അജണ്ട നമ്മൾ വെക്കാൻ കാരണം നമുക്കറിയാം, നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി വാർഡുകളിൽ നടന്നു വരികയാണ്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഒറ്റക്കെട്ടായി ഭരണസമിതി നന്നായി ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമായി വാർഡുകളിലേക്ക് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ബോധത്തിലേക്ക് നാം എല്ലാവരും പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശുചിത്വ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് 100% എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മയായി നിലകൊള്ളുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളെ അവലോകനം ചെയ്യുന്ന യോഗത്തിൽ നമുക്ക് ഏറ്റവും പുറകിൽ ആണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാതെ മോശമാണ്. കാരണം എല്ലാ വാർഡുകളും 17 വാർഡുകളും 100% എത്തിയാൽ മാത്രമേ ഗ്രാമപഞ്ചായത്തിൻ്റെ യൂസർ ഫീ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് 100% എത്താൻ സാധിക്കും. പക്ഷേ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ മാസത്തെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 90 എത്രയാ മിനി എത്രയാ 96%, 94% കഴിഞ്ഞ മാസം യൂസർ ഫീ കൊടുക്കുന്നതിൽ ഈ വാർഡ് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് വാർഡ് മെമ്പറുടെ ഒരു ഇടപെടലും കൂടെ ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാം കൊടുക്കാത്ത ആളുകളെല്ലാം വിളിച്ചിട്ടുണ്ടാവും. എല്ലാ വാർഡ് മെമ്പർമാരും അത്തരത്തിൽ ഇടപെടലുകൾ നടത്തി അവരവരുടെ വാർഡുകളിൽ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ 100% ആക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ 94-നും 100%-ലേക്ക് എത്താൻ കുറച്ചും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും ഈ മാസം ആകുമ്പോൾ 11ാം വാർഡ് 100% എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഈ ഗ്രാമസഭയിൽ വന്ന മുഴുവൻ ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യൂസർ ഫീ കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മടി കാണിക്കരുത് എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കർശന നടപടികളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. യൂസർ ഫീ കൊടുക്കാത്തവർക്ക് 50% ഫൈൻ ഈടാക്കാനുള്ള വകുപ്പുണ്ട്. കൂടാതെ നമുക്കറിയാം, നമ്മൾ ഓരോന്നിനും നമ്മൾ ഫൈൻ ഈടാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ഹോട്ടലുകളുടെ പിന്നെ വേസ്റ്റ് എല്ലാം തള്ളുന്ന കാര്യത്തിൽ, കത്തിക്കുന്ന കാര്യത്തിൽ എല്ലാം കർശനമായി നമ്മൾ ഫീസ് ഫൈൻ ഈടാക്കുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകാത്ത വിധത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ യൂസർ ഫീ 100% ആക്കുക എന്നുള്ള പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്ലാസ്റ്റിക് കത്തിക്കാനേ പാടില്ല. കാരണം ഞാൻ പറയാൻ കാരണം പല അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തിൽ രാവിലെ വരുമ്പോൾ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഇരിക്കുക 20,000 രൂപ അവർക്ക് ഫൈൻ ഈടാക്കി പഞ്ചായത്ത്. പക്ഷെ അവർക്ക് കൊടുക്കാൻ നിർവാഹമില്ല. പക്ഷെ കൊടുത്തേ പറ്റൂ. കാരണം അവരുടെ ഹോട്ടലാണ്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ നമ്മൾ മുന്നിലെത്തുന്ന ഭക്ഷണം അവിടെയുള്ള വൃത്തിയും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷെ പുറകിൽ നമ്മളാരും പോയി നോക്കാറില്ല. പക്ഷെ ആ ഹോട്ടലിൻ്റെ പുറകുവശം വളരെ വൃത്തിഹീനമായി കിടക്കുകയാണ്. അങ്ങനെ HI പോയി 20,000 രൂപ അവിടെ ഫൈൻ ഇട്ടു. ആ ഹോട്ടലിൽ ഇപ്പോൾ അടച്ചിട്ടാണ്. പക്ഷെ ആ ഹോട്ടലിൻ്റെ ഫൈൻ ഇടാനായിട്ട് കൊടുത്തേ മതിയോ? അത് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് പഞ്ചായത്തിന് മറ്റൊന്നും ചെയ്യാനില്ല. എന്നിട്ടും പഞ്ചായത്ത് 5,000 രൂപ കുറച്ച് കൊടുക്കുക. അവരുടെ ഒരു അവസ്ഥ അറിയിച്ചു. അപ്പോൾ അത് 15,000 വീണ്ടും വന്നത് അതിൽ നിന്നും കുറച്ച് കൊടുക്കണം. പക്ഷെ ഡിമാൻഡ് ഇട്ട ഒരു സാധനം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പഞ്ചായത്തിൻ്റെ വീണ്ടും വരുന്ന ഒരു പ്രവണതയെല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരാൾ പ്ലാസ്റ്റിക് വീട്ടിലേക്ക് കത്തിച്ചു. അപ്പോൾ കത്തിച്ച പ്ലാസ്റ്റിക് മറ്റുള്ളവർ കണ്ടപ്പോൾ അത് വീഡിയോ എടുത്ത് അയച്ചു പഞ്ചായത്തിലേക്ക്. അപ്പോൾ പഞ്ചായത്തിന് നടപടി എടുത്തേ മതിയാവും. അങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം പഞ്ചായത്ത് ഇടപെടുകയാണ്. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സർക്കാരും ശുചിത്വ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്നു തന്നെയാണ് പറയുന്നത്.
പരമാവധി പരിപാടി അടുത്തതായി ഗ്രാമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ തലത്തിൽ പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു നിയമം ഖരമാലിന്യ നിർമ്മാർജ്ജന ചട്ടം പരിഷ്കരിച്ച് 2026 ഏപ്രിൽ 1-ാം തീയതി പ്രാബല്യത്തിൽ വരുന്ന ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിയമത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ഓരോ ഗ്രാമസഭയിലും വായിച്ച് അവതരിപ്പിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഗ്രാമസഭയിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന, നമ്മൾ പെരുമാറുന്ന, നമ്മുടെ അടുത്ത് വരുന്ന മാലിന്യങ്ങളെ അത് യഥാവിധി അതിൻ്റെ സോഴ്സിൽ തന്നെ, അതിൻ്റെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുകയും അത് യഥാവിധി സംസ്കരിക്കുകയും ചെയ്യണം എന്നാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വശം. അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പെരുമാറുന്ന, കണ്ടുമുട്ടാൻ സാധ്യതയുള്ള മാലിന്യങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ 4ആയിട്ട് തരംതിരിച്ച് യഥാവിധി സൂക്ഷിക്കണം എന്നാണ് ഈ ചട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ ജൈവ മാലിന്യം എന്ന് പറയുന്ന മാലിന്യമാണ് അല്ലേ. നമ്മുടെ അടുക്കളയിൽ നിന്നും പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും പൂക്കളും പോലെയുള്ള മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ സംസ്കരിച്ച് നടപടികളൊന്നും സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും മുനിസിപ്പാലിറ്റികളും എല്ലാം തന്നെ റീ കമ്പോസ്റ്റുകൾ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളത് കാര്യക്ഷമമായി ഉപയോഗിച്ച് നമ്മുടെ ഈ ജൈവ മാലിന്യത്തിനെ നമ്മുടെ ഉറവിടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നാണ് ഈ ചട്ടം പറയുന്നത്. ഇപ്പം രണ്ടാമത്തെ ഒരു മാലിന്യമായിട്ട് വരുന്നതാണ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന നമ്മുടെ ഹരിതകർമ്മ സേനകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് സംഭരിക്കുന്ന നമ്മുടെ അജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യം അല്ലേ. നമ്മുടെ പ്ലാസ്റ്റിക്കുകളും പേപ്പറുകളും ലോഹ കഷ്ണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, യഥാസമയം അവർക്ക് തന്നെ കൈമാറി നമ്മുടെ ആ വീട്ടിൽ നിന്നും അതിനുള്ള സമ്പർക്കം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് വരുന്ന ഒരു മാലിന്യത്തിൻ്റെ ഒരു സംഭവമാണ് നമ്മുടെ സാനിറ്ററി മാലിന്യം. ഇതുവരെ നമ്മളത് ആർക്കും കൈമാറിയിരുന്നില്ല, അതിനുള്ളൊരു സംവിധാനം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചട്ടത്തിൻ്റെ ഭാഗമായിട്ട്, ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ തന്നെ നടത്തണം. നമ്മുടെ സാനിറ്ററി പോലുള്ള മാലിന്യങ്ങൾ അത് പൊതിഞ്ഞ് സൂക്ഷിച്ച് അത് ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ നഗരസഭകളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അംഗീകരണ ഏജൻസികൾക്കോ അതിനുള്ള അത് യഥാസമയം കൈമാറണം എന്നാണ് അതിൻ്റെ ചട്ടത്തിൽ പറയുന്നത്. അപ്പം ഇത് ഏറ്റവും ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു നൂതന മാലിന്യ സംസ്കരണ ശേഖരണ സംവിധാനമാണ്. പിന്നെ മറ്റൊരു മാലിന്യ ശേഖരണ സംവിധാനം നമ്മുടെ എന്താ പറയുക, മറ്റ് പ്രത്യേക പരിചരണം ആവശ്യമുള്ള മാലിന്യം എന്ന് പറഞ്ഞാൽ കീടനാശിനി ബോട്ടിലുകളും ഉപയോഗിച്ച് ശേഷം വരുന്ന നമ്മുടെ മരുന്നുകളും ബാക്കി വരുന്ന മരുന്നുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, യഥാസമയം അത് അതിൻ്റെതായ രൂപത്തിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് ഒരു പ്രത്യേക കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയും അത് അംഗീകൃത ഏജൻസികൾ വരുമ്പോൾ കൈമാറി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങൾ. അപ്പം അതിനുശേഷം നമ്മൾ ഈ ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇതിനെന്തെങ്കിലും പിഴകൾ വരുത്തുകയും ഇതിൻ്റെ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചുമതലകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു പരിപാടി നമ്മൾ നടക്കുകയാണെങ്കിൽ അല്ലേ, വിവാഹമോ അല്ലെങ്കിൽ മറ്റുള്ള സൽക്കാരങ്ങളോ നടത്തുകയാണെങ്കിൽ നമ്മൾ അത് ഗ്രാമപഞ്ചായത്തിനെ 3 ദിവസമെങ്കിലും മുൻകൂട്ടി അറിയിച്ചിരിക്കണം, രേഖാമൂലം അറിയിച്ചിരിക്കണം എന്ന് ഈ നിയമം പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ പരിപാടികൾ നടത്തുന്ന സ്ഥലത്തിന്, കെട്ടിടത്തിന് ലൈസൻസ് ഉണ്ടോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ പരിപാടികൾ നടത്തുക മാത്രമല്ല, ആ നടക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്, സംവിധാനത്തിന്, ഓഡിറ്റോറിയത്തിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ട ചുമതലയും യഥാസമയം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം വെച്ചാൽ നമ്മൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്നുള്ള ഒരു സംവിധാനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ കുറവാണ്. വെച്ചാൽ പ്രതിദിനം ഒരു
മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ പ്രതിദിനം ഒരു 100 കിലോഗ്രാമിലധികം മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ്, വൻകിട മാലിന്യ ഉൽപ്പാദകർ എന്ന രൂപത്തിലാണ്. അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള സംവിധാനം ആ സ്ഥാപനങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കണം എന്നാണ് നിയമത്തിൻ്റെ കാര്യമായിട്ട് പറയാം. ഫാക്ടറികൾ നമുക്കിവിടെ സ്വാഭാവികമായിട്ടും കുറവാണ്, അതിൻ്റെ സാധ്യത കുറവാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം, നമ്മളിപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന നമ്മുടെ പ്ലാസ്റ്റിക്കുകളൊക്കെ യഥാസമയം ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ 50 രൂപ പ്രതിമാസം നമുക്ക് അവർക്ക് യൂസർ ഫീ നൽകുന്നുണ്ട്. സ്ഥാപനങ്ങളാണെങ്കിൽ നമ്മൾ 100 രൂപയും 400 രൂപയാണ് അവർ ഈടാക്കാറുള്ളത്. അപ്പോൾ ഈ യൂസർ ഫീ നമ്മൾ യഥാസമയം കൊടുക്കുന്നില്ല എങ്കിൽ ഈ ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ 50% പിഴ നേരിട്ട് ഈടാക്കാനുള്ള ചുമതല അതിൻ്റെ ഒരു വകുപ്പും ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 50 രൂപയുടെ 25% രൂപ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ പാഠ്യ പദ്ധതികളിൽ ഈ ഘനമാലിന്യ ചട്ടങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പാഠ്യ പദ്ധതികളെല്ലാം തന്നെ ഈ ഘനമാലിന്യ ചട്ടം തന്നെ ഒരു പ്രത്യേക ചാപ്റ്ററായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഇനി ഇത് നമ്മൾ വ്യക്തിജീവിതത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഇതിൻ്റെ പിഴ രൂപത്തിൽ അതും കൂടെ നമുക്കൊന്ന് വായിച്ച് അവതരിപ്പിക്കാം. നമുക്കൊരു അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുന്ന നമ്മൾ മാലിന്യം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിൽ 5000 രൂപ വരെ പിഴീടാക്കാനുള്ള വകുപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തിരിച്ചും അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങളുടെ പരിപാലനം യഥാസമയം നമ്മൾ നടത്തിയില്ല എങ്കിൽ അവരുടെ മറവുകൾ അല്ലെങ്കിൽ അവരുടെ മൃഗം തൊലികളൊക്കെ യഥാസമയം സംസ്കരിക്കുക അല്ലെങ്കിൽ ചെയ്യില്ല എങ്കിൽ നമുക്ക് പിഴീടാക്കാം, പിഴ ചുമത്തപ്പെടാം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജലാശയങ്ങളുടെ സംരക്ഷണത്തിലും ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്ത് പിഴകളുണ്ടാവും. അതുകൊണ്ടല്ല ഇത് നമുക്ക് പിഴ ആരാണോ മലിനീകരിക്കുന്നത്, ആരാണോ മലിനീകരണത്തിന് ബാധ്യസ്ഥരായത് അവർ തന്നെ പിഴ കൊടുക്കണം. വൺ ഹു പൊല്യൂട്ട്സ് ഷുഡ് പേ ദ പെനൽറ്റി എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പരിഭാഷയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞാൽ നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പണ്ടേ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് ഒന്നും കൂടി കൂട്ടിയുറപ്പിക്കുകയാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംശയ നിവാരണ സെഷനിൽ സംസാരിക്കാം. താങ്ക് യു. അതായത് അനുമോദനം കഴിഞ്ഞുപാട് പോകാമെന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നതാണ്. ജോലി കഴിഞ്ഞിട്ട് പോകാമെന്ന് ഇവിടെ പറ്റും. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം, ഇരിക്കാൻ പറ്റുന്നത്. അതിനകത്ത് ആ അംഗൻവാടിയുടെ കാര്യം അത് റിവിഷനിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് ജൂബിലിക്ക് ആദ്യം ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ അത് ആ റിവിഷൻ സമയത്ത് ഓർപ്പിക്കേണ്ടതും അത് ഫോളോ അപ്പ് ചെയ്യേണ്ട ചുമതല ജൂബിലിക്കുണ്ട്, ഒപ്പം തന്നെ ദൂർത്തിയിലുണ്ട്. ആ സമയത്ത് ഓർപ്പിക്കുന്നത്, കാരണം അവിടെ ഇരിക്കുന്ന സമയത്ത് ജൂബിലിക്കൊക്കെ അറിയാം ഈ ഫണ്ട് ഇത് നമുക്ക് ആകെ അടിപിടിയായിരിക്കും. എല്ലാ ഡിവിഷൻ മെമ്പർമാരും അവരുടെ മേഖലയിലേക്ക് അതിനുവേണ്ടി സംസാരിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാകുന്നുണ്ട്, ഞാൻ ആ സമയത്ത് ഉറപ്പായി സപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് വേറെ ഡിവിഷൻ പറയാൻ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നിങ്ങളുടെ ശാന്തനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോട് ആ ശാന്തത കൈവഴിഞ്ഞ് ആ സമയത്ത് ക്രമീകരിക്കാൻ നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ ഇവിടെ നമുക്ക് ബ്ലോക്കിന്റെ പരിമിതമായ ഫണ്ടിൽ ചെയ്യാവുന്നതെല്ലാം പേരാ പഞ്ചായത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സർക്കാരിലേക്ക് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വയനാട് പാടശേഖര സമിതിക്ക് 50,000 രൂപ തത്വത്തിൽ തരാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുപോലെ നടക്കാൻ പറ്റുന്ന നമുക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാറിന് സംസാരിക്കുന്നു അല്ലേ? എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടാവും. കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ പറഞ്ഞ വിഷയം, ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് അത് അവിടെ കോർവേസ്റ്റെങ്കിലും കൊണ്ടുപോയിട്ട് ആ ചെടി ഒന്ന് നിലത്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്നതാണ്. പിന്നെ ആളുകൾക്ക് ചെന്ന് നിൽക്കുമ്പോൾ മഴ നനയുമ്പോൾ അവിടെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഡോക്ടർമാരുടെ സേവനത്തെക്കുറിച്ചൊന്ന് പറയണം. ഞാൻ പൊതുവിൽ പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാനാണല്ലോ അല്ലേ? അപ്പം
അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് മാഷിനോട് പറഞ്ഞു പരാതികളുണ്ട്. ലാബിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അതായത് എല്ലാ ഒരു ആശുപത്രിയിൽ ഇല്ലാത്തതുപോലെ പേഷ്യൻസ് ചെല്ലുമ്പം അവർക്ക് കൂടുതൽ ക്ഷീണമുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളതുണ്ട്. അത് പരിഗണിക്കാതെ ക്യൂവിൽ പോയി നിന്നോ എന്നൊക്കെ സെക്യൂരിറ്റി പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. എന്നോടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ മാസ്ക് ഇട്ടുകൊണ്ട് ആളെ തിരിയില്ല. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. അതിനകത്ത് ഒരാളോട് മാഷും ഞാനും തമ്മിൽ ഇതൊക്കെ പേഴ്സണൽ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുൻപാകെ പറയുന്നതെന്ന് വെച്ചാൽ മാഷിന് മറുപടി പറയാനുണ്ടാവും. ജൂറി മെമ്പർ പറഞ്ഞ 100% ശരിയായ കാര്യം. ഇന്നലെ നമ്മുടെ ബോഡി യോഗം രാവിലെ ഉണ്ടായിരുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രിയെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ 2 മണിക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ജീവനക്കാരെയും കർശനമായി അത് ആദ്യം ചില ആശങ്കയുണ്ടായിരുന്നു. വൈദ്യമാശിയുടെ ആവശ്യമുണ്ടോ പക്ഷെ കർശനമായി വരാൻ പറഞ്ഞ് നമ്മളിങ്ങനെ അവരെ എത്തിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് അതിപ്പോ അത്ഭുതമായിട്ട് തോന്നുക. സൂപ്രണ്ട് പറഞ്ഞത് ഈ KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കിയതിന്റെ ഭാഗമായി പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡെയിലി 300ഓളം അധിക OP വരും. എനിക്ക് എത്ര ചിന്തിച്ചിട്ട് KSRTC സൗജന്യ യാത്ര നടത്തുന്നതിന്റെ ഭാഗമായി അപ്പോ ഡോക്ടർ വിശദീകരിച്ചു. സ്ത്രീകൾ അത് കൂട്ടുപുഴ മുതൽ സൗജന്യ ബസ്സിൽ കയറി നേരെ ഇവിടെ വന്നിറങ്ങി ആശുപത്രിയിലേക്ക് വരിക. വീട്ടിലൊന്നും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. ഇവിടെ കുറെ ഡോക്ടർമാരുടെ എല്ലാ റിപ്പോർട്ടിലേക്ക് വരും. ഞാൻ ഡോക്ടർമാർ അതൊരു കാരണമല്ല. നമ്മളെത്ര പേര് വന്നാലും ചെയ്യണം. ആദ്യത്തെ പരാതി വന്ന സെക്യൂരിറ്റിയെ കുറിച്ചാണ്. കർശനമായിട്ട് ഞാൻ സെക്യൂരിറ്റിക്കാരെ കുറിച്ച് പറഞ്ഞു. വരുന്ന നമ്മുടെ രോഗികളോട് ശാന്തമായി പെരുമാറിയിലേക്ക് പിരിച്ചുവിടും എന്ന് ഇന്നലെ അവരോട് പറഞ്ഞു. ഇനി അവരുടെ ഭാഗത്ത് ഞാൻ വിചാരിക്കുന്ന അങ്ങനൊരു പെരുമാറ്റം ഉണ്ടാവില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇന്നലെ തന്നെ ഞാൻ നേരിട്ട് അനുഭവിച്ചത്. ഇന്നിപ്പം ഫാർമസിയിലെ ഒരു 60 പേര് കൊടുത്തു. ഒരാളാണ് മരുന്നെടുത്ത് കൊടുക്കുന്നത്. ഒരാൾ അവിടെ അവർ സ്റ്റോക്ക് നോക്കാനൊക്കെ പറഞ്ഞ് മൊബൈലിൽ ഇരിക്കുകയായിരുന്നു. കൈയോടെ തന്നെ അവരെ പിടികൂടി. രണ്ടാമതൊരു കൗണ്ടർ തുടങ്ങി വീണ്ടും മരുന്ന് കൊടുത്തു. ഇന്നലെ മുതൽ അത് 5 ഫാർമസിസ്റ്റുകൾ അവിടെയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാർ ശമ്പളം, ഞാനും അധ്യാപകന് സർക്കാർ ശമ്പളം പറ്റുന്നത്. പക്ഷെ നമ്മൾ പൊതുരംഗത്തിരുന്നത് നമുക്കിത് അറിയാം. പക്ഷെ ചിലര് വിനോദഭാഷ ചിലർക്കത് അത്ര അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റുന്നില്ല. അവിടെ ഒരു തരത്തിൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോൾ കൗണ്ടറെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റികളൊക്കെ വളരെ ഒരു സെക്യൂരിറ്റി പറഞ്ഞത് ഞങ്ങൾ മനുഷ്യരാണ്. 1000ഓളം ആളുകൾ വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ സംസാരിച്ചു പോകും. അപ്പൊ അതിന് അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ദേഷ്യം വന്നാൽ ആരില്ലാത്ത സ്ഥലത്തേക്ക് പോയി മാറി നിന്നിട്ട് കുറച്ചു നേരം ഒച്ചയെ പറഞ്ഞിട്ട് ദേഷ്യം തിരിച്ചു വരും. അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും നമുക്ക് ചെയ്യാത്തില്ല. ആളുകളോട് മാന്യമായി പെരുമാറിയേ പറ്റും. പിന്നെ ഡോക്ടർമാർക്ക് കർശനമായിട്ട് നമ്മുടെ ഡോക്ടർമാരോട് പറഞ്ഞു. നമുക്കവിടെ 15 ഡോക്ടർമാരുണ്ടെന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ 11 പേരെ അവിടെ ഉള്ളൂ. 4 പേര് പോയി. അതേപോലെ തന്നെ ലാബിലെ സ്പീഡാക്കിയിട്ട് ബ്ലഡ് പരിശോധനകളൊക്കെ അതിന്റെ സമയബന്ധിതമായ റിസൾട്ട് കൊടുക്കാനും ഒക്കെ ചെയ്തു. പക്ഷെ ആശുപത്രി പൊതുവെ സൂപ്രണ്ട് പറയുന്നൊരു പരാതി കാഷ്വാലിറ്റി OP തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ആളുകൾക്ക് അറിയില്ല. അതെനിക്ക് കുറച്ചൊക്കെ ശരിയാന്ന് തോന്നുന്നു. കാരണം OP എന്ന് പറഞ്ഞാൽ സാധാരണ പനി അത്ര ഗൗരവമല്ലാത്ത അസുഖത്തിൽ ചെല്ലുന്നതാണ് OP. കാഷ്വാലിറ്റി അത് പെട്ടെന്ന് നെഞ്ചുവേദന, ആള് ചിലപ്പം അപകടനിലയിലേക്ക് ആകുമ്പോൾ ഓടിച്ചെല്ലാണ് കാഷ്വാലിറ്റി. പക്ഷേ ചെറിയ ചെലവും ചൊടിയുള്ള ആളുകൾ വരെ കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലും. അപ്പോൾ അവര് OP പോകാൻ തയ്യാറാവുന്നില്ല. അപ്പൊ കാഷ്വാലിറ്റി ആകെ കൺജസ്റ്റഡ് ആവും. അവിടെ ഒരു ഹൃദയവേദനയായിട്ട് ഒരാൾ വരുമ്പോ അയാളെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ കാഷ്വാലിറ്റിയിൽ തന്നെ വന്ന ഗൗരവമല്ലാത്ത ആളുകൾ അവിടുന്ന് പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ അത് നമുക്കൊരു അവയർനെസ് ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ഈ നോർമൽ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ OP തന്നെ പോകണം. കാരണം 1 മണി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നില്ല കാഷ്വാലിറ്റിയാണ്, വൈകുന്നേരമുള്ള കാഷ്വാലിറ്റിയാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു അറ്റാക്കോ ഗുരുതരമായ പ്രശ്നമോ എന്തെങ്കിലും ഇപ്പൊ ഡോക്ടർ ദിവസം പറഞ്ഞു. പിന്നെ ഒരു സ്ത്രീ ആ സ്ത്രീ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചു. അപ്പൊ കൈ പിടിച്ചതിൽ മുങ്ങി പോയി. അപ്പൊ ആ സ്ത്രീ രാത്രി 9:30 വന്നിട്ട് ഈ കൈ പൊങ്ങി വന്ന് എന്താ ഡോക്ടറെ
ഒന്ന് നോക്കണമെന്ന് പറയുവാണ്. ഡോക്ടർ ആ കൈ പൊങ്ങി വന്ന പിറ്റേ ദിവസം രാവിലെ പ്രശ്നമില്ല. അപ്പൊ ഇവര് അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ അവിടെ കൺജസ്റ്റഡ് ആവുകയും ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, ഭൗതികമായ ഒരു സാഹചര്യവും പേരാവൂർ താലൂക്ക് ആശുപത്രിയില്ല. നിങ്ങളവിടെ കണ്ട വീട് കുത്തിയതുപോലെയാണ് കിടക്കുന്നത്. കർശനമായ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയടക്കം നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയടക്കം ഇരുന്ന് സമയബന്ധിതമായി അതിന്റെ ഡ്രോയിങ് തയ്യാറാക്കി ഏജൻസി ഒഴിവാക്കി ഊരാളുകൾക്ക് കർശന നിർദ്ദേശം കൊടുത്തു. മിനിഞ്ഞാന്ന് മുതൽ 30 ആൾ പണിയെടുക്കേണ്ടത്. ഒരു വർഷം കൊണ്ടെങ്കിലും അതിന്റെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പണി പൂർത്തിയാകാതെ ഈ കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പണി പൂർത്തിയാക്കിയ ശേഷം മന്ത്രി കെ മുരളീധരൻ ഉറപ്പ് തന്നിട്ടുണ്ട്, പണി പൂർത്തിയാക്കിയാൽ പേരാവൂർ താലൂക്ക് ആശുപത്രി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മുഴുവൻ തസ്തികകളും ഫില്ല് ചെയ്ത് നമ്മൾ നല്ല നിലവാരത്തിലുള്ള ഹോസ്പിറ്റലാക്കി എടുക്കുകയും ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് മാറ്റി ഇപ്പോഴുള്ള ഈ കെട്ടിടത്തിലേക്ക് ഡയാലിസിസ് യൂണിറ്റ് മൊത്തം ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ ഡയാലിസിസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ കെട്ടിടം പണി ഇപ്പോഴാണ് ഊർജിതമായി തുടങ്ങിയത്. അത് പൂർത്തിയാകുന്നത് വരെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഈ ഷീറ്റിടുന്ന കാര്യം കഴിഞ്ഞ ദിവസം അവിടെ പരിഹരിക്കാൻ അതെ അവിടെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ നമ്മുടെ സൂപ്രണ്ടിന്റെ വായു ഒരു വ്യക്തിത്വം ചാടി. അത് പറയുന്നത് ഒരു വഴിയില്ല. അദ്ദേഹം ഞാൻ 2 മന്ത്രിമാരും ബഹളം വെച്ച് തിരുവനന്തപുരത്ത് അത്രയും വലിയ യോഗം വിളിച്ച് ആ യോഗത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, IAS ഓഫീസർമാര് എല്ലാവരും ഇങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ സൂപ്രണ്ട് എഴുന്നേറ്റെന്ന് പറയാണ്. ഞാൻ ആ യോഗം തുടങ്ങുമ്പോൾ തന്നെ കെ മുരളീധരന്റെ ചെവി പറയുന്നു, പേരാവൂർ ആശുപത്രി ആവശ്യം സ്റ്റാഫില്ല, ഡോക്ടറില്ല എന്ന് ഞാനിങ്ങനെ ശക്തമായി പറയുമ്പോൾ ഈ യോഗത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ സൂപ്രണ്ട് എഴുന്നേറ്റ് പറയുന്നത് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ 15 ഡോക്ടർമാരോട് 15 പേര് നിലവിലുണ്ട്. ഇത് കേൾക്കലും ആരോഗ്യമന്ത്രി എന്തെങ്കിലും നോക്കും. തനി രാഷ്ട്രീയക്കാരനാവുന്നതൊക്കെ വരുന്നത് ആകെ ഞാനും ഡോക്ടറില്ലാതെ ഞാനും സത്യാവസ്ഥ തിരിച്ചു വന്നപ്പോൾ അവസ്ഥ 11 ഡോക്ടർമാരുള്ളൂ. 4 ഡോക്ടർമാരെ കാണുന്നില്ല. നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞ 4 ഡോക്ടർമാർ പരീക്ഷയ്ക്ക് പഠിക്കാൻ അവധി എടുത്തു. ഇപ്പൊ അത് നമുക്ക് തെറ്റില്ല. ഇപ്പൊ പരീക്ഷ ഉണ്ടല്ലേ, ഇത് ഡോക്ടറിന് അമ്മയാണല്ലോ, അപ്പൊ നമുക്ക് അറിയാലോ. ഇപ്പൊ പരീക്ഷ നടക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 1 മുതൽ ഒരു ഡോക്ടർ നമ്മൾ വെക്കും. നമ്മൾ ഡോക്ടർ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സെപ്റ്റംബർ 1 മുതൽ നമുക്ക് അവിടത്തേക്ക് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പിന്നീട് പ്രശ്നം ഈ പേരാവൂരുള്ള സ്ഥലത്ത് ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാകുന്നു. ഒരാൾ വരുന്നില്ല. എന്റെ നാടുണ്ട്. അതാ ഞാൻ നേരത്തെ അഭിനന്ദനയെ കൊണ്ട് പറഞ്ഞത്. നമ്മുടെ ഡോക്ടറായ നമ്മുടെ പ്രദേശങ്ങളൊക്കെ പരിഗണിക്കണം. പിന്നെ വേറൊരു പരാതി ENT ഡോക്ടർ. അത് അദ്ദേഹം പറഞ്ഞു, ഒരു ENT ഡോക്ടർ ഒരാളെ നോക്കണേ. അയാൾ പറഞ്ഞു ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ വരും. കാരണം ENT അങ്ങനെ കേട്ട് എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞാണ് ചെവിയൊക്കെ പരിശോധിച്ച് മൂക്കിൻ്റെ ഉള്ളിലെല്ലാം നോക്കി കുഴലിട്ടാണ് കുഴലിട്ട്. അപ്പൊ ഇതെല്ലാം അവർ വരുമ്പോഴേക്കും ഒരു 40 മിനിറ്റ് ആവും. അപ്പൊ ഒരു ദിവസം ഒരു 45 പേരെ നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 100 പേര് ENT ഡോക്ടറെ കാണാൻ പറ്റും. അപ്പൊ ENT ഡോക്ടർ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മനുഷ്യന് ഞാൻ അങ്ങനെ പുള്ളിയില്ല പറഞ്ഞാൽ കാര്യം ചെയ്യാം. അടിച്ചു വിടാം. ഒറ്റയടിക്ക് തീർത്തേക്കാം. അവൻ അങ്ങനെ വേണ്ടാമോ? കാരണം ഇപ്പൊ ചെവിവേദന വന്നിട്ട് ഇവിടെ പഴുപ്പുണ്ടോ ഇത് നോക്കേണ്ട. അടിച്ചുവിട്ട് മുടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറ്റിയാണോ തിരിയാൻ പറ്റുന്ന രോഗം. ഇങ്ങനെ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം കെട്ടിടം പോയി പൂർത്തീകരിക്കുക. ജൂബിലി എപ്പോഴും പറയുന്ന വിഷയമാണ്. ജൂബിലി ഇടയ്ക്കേറെ പോയിപ്പിക്കും. ഞാൻ തന്നെയാണ് അവൻ സമരം ചെയ്യും. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അവൻ ഞാൻ പറയും ഞാനും കൂടെ സമരം ചെയ്യും. യാതൊരു പ്രശ്നം അവിടെ ഇപ്പം കിട്ടും. അവിടെ നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പുരാളികൾക്കാർ പണിയെടുത്തതിന്റെ ബാക്കി ആ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ജോലി വിജയിച്ച വേറെ വിഷയമുണ്ട്. അവിടെ ആ വഴി കിട്ടാത്ത പ്രശ്നം ഞങ്ങൾ ആലോചിക്കൊണ്ട് ബ്ലോക്കിലേക്ക് വരാൻ നിങ്ങൾക്കറിയാം. സെൻട്രലിലേക്ക് മതിൽ പോയാണ്. മതിൽ പൊളിക്കണം അല്ലേ? മതിൽ പൊളിക്കണ്ടേ? കണ്ടോന്നറിയാം. ആ മതിൽ പൊളിക്കണം. ഞാൻ ആ മതിൽ പൊളിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. 20-ാം തീയതി പോലും ആ മതിൽ പൊളിച്ച് വഴിയാക്കാൻ വേണ്ടി നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, 2 വർഷം കൂടി ഈ ഹോസ്പിറ്റൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. യാതൊരു സംശയമില്ല. പിന്നെ ചില പറയാൻ സന്ദർഭവശാൽ പറയാം, ഈ കയ്യിൽ ഒരു മുറിവൊക്കെ വന്നാൽ ഈ പേരാവുന്ന ഡോക്ടർമാർ ചെയ്യുമ്പോഴത്തേക്ക് അവർ വേഗം ആ മുറിവ് ഇങ്ങനെ നോക്കി
തലശ്ശേരിക്ക് പോകും, പരിഹരിക്കാൻ പോകും. അപ്പൊ ഞാൻ ഡോക്ടറോട് അന്ന് ചോദിച്ചു, ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തലശ്ശേരിക്ക് പോകാൻ പറഞ്ഞ കൂടുതൽ എന്റെ ഫാദറുള്ളൂ. പുള്ളി എന്റെ പേരെന്ന് പറഞ്ഞില്ല, അവിടെ ചെന്നു മുറിവായി കാണിച്ചു. ഡോക്ടറെ നോക്കിട്ടു തലശ്ശേരി പോകും. പുള്ളി ഒന്നും മിണ്ടാതെ രാമേന്ദ്രൻ ഡോക്ടർ 1460 രൂപ തുന്നി കെട്ടി സെറ്റപ്പാണ് ഡോക്ടർ കൊടുത്തു. അതിന് 3 ദിവസം കഴിഞ്ഞ് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഇതേ ഹോസ്പിറ്റലിൽ പുള്ളി വന്നു. അന്നേരം പറഞ്ഞു ഉറപ്പിന്റെ ഡോക്ടറോട് വെറുതെ മൊബൈലിൽ തോന്നി. അപ്പൊ പറഞ്ഞു കാഷ്വാലിറ്റി ഡോക്ടറില്ല, നിങ്ങൾ നോക്കാൻ പറ്റില്ല. തിരിച്ച് നേരെ രാമേന്ദ്രൻ കൊടുത്തു, 400 രൂപയൊക്കെ കൊടുത്തു പോന്നു. എന്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, കാരണം നിന്നേക്കാൾ മുമ്പേ ഞാൻ വലിയ നേതാവാണ്, അത് നിന്റെ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരോട് അവിടെ പെരുമാറി ചെയ്യുന്നു. ഞാൻ ഈ വിഷയം ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവർ സയൻസാണ് നമ്മോട് പറയുന്നത്. അവർ പറയുന്നത് ഈ മുറിയുമ്പോ ഈ മുറിവിന്റെ നിങ്ങൾ കാണാത്ത ആഴങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു വസ്തുണ്ട്. ആ വസ്തുവിന് പരിക്ക് പറ്റിയാൽ നമ്മൾ തുന്നി കെട്ടിയാൽ പിന്നെ തുന്നലെടുത്ത് കഴിയുമ്പോൾ ഈ വിരൽ ഇങ്ങനെ നിൽക്കുന്ന വിരൽ ഇങ്ങനെയാവും. അന്നേരം നിങ്ങൾ പരാതി കൊടുത്താൽ ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഞാനങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റിച്ച് ഇടാൻ അറിയാത്ത നിങ്ങൾ എന്ത് ഡോക്ടർമാരാണ്. എന്നാൽ അതിനവരെ സൂപ്രണ്ട് പറഞ്ഞ് മാറ്റം വരുത്താം, പറ്റാവുന്നത് ഇന്ന് മുതൽ നോക്കാൻ പറ്റും. ഇന്ന് മാറ്റം കാണുന്നുണ്ട്. അത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം എന്റെ അഭിപ്രായം. എനിക്ക് ഈ ഇംഗ്ലീഷ് മരുന്നിന്റെ ഈ ടേംസ് ഒന്നും അറിയില്ല. ഈ ENT ഡോക്ടർക്ക് ഇതൊക്കെ പറയും നമ്മൾ പാപിടിച്ച് നിൽക്കുകയല്ലാതെ യാതൊരു വഴി നമുക്കില്ല. ഈ മുറിവിന്റെ ഇടയിൽ വേറെ ഒരു ലെയർ ഉണ്ടെന്നും ആ ലെയറിൽ ഡാമേജ് വന്നാൽ പിന്നെ ഈ ലെയർ ഇങ്ങനെ ഇരിക്കും. സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അനങ്ങ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിങ്ങൾ കോടതിയിൽ പോയാൽ ഞാൻ പൈസ കഴിയും. ഞാൻ നിങ്ങളപ്പോ ഇത് രാമേന്ദ്രൻ ഡോക്ടറെ ബന്ധപ്പെടുമ്പോ പിന്നെ ഇങ്ങനെ ഇരിക്കൂലേ? ഇത് തിരിച്ചു വെച്ച അദ്ദേഹത്തോട് കാരണം നിങ്ങളെക്കാൾ അയാൾ 19 വയസ്സായി അയാൾക്ക് ഇത് ഇരിക്കില്ല. ജൂബിലിൽ പറഞ്ഞ നന്നായി. അപ്പൊ അതനുസരിച്ച് ഇടപെടലുണ്ട്, ഒരു സംശയം വേണ്ട. ഈ ആശുപത്രിയെ ബന്ധപ്പെട്ട് എന്ത് പരാതിയുടെ നിങ്ങൾ നിങ്ങളുടെ ജൂബിലിയോട് പറയാം. ജൂബിലിയോട് പറഞ്ഞാൽ അപ്പം നമ്മുടെ ശ്രദ്ധപ്പെടുന്നു. യാതൊരു സംശയം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പനിയൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ OP-യിലേക്ക് പോവാം. കഴിഞ്ഞ കാഷ്വാലിറ്റിയിലേക്ക് പോകരുത്. OP-യിൽ ഇപ്പോൾ മിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. നമ്മുടെ ഡോക്ടർമാർ നല്ല കഴിവുള്ളവരാണ്. ENT ഒക്കെ നല്ല എക്സ്പേർട്ട് ENT ഉണ്ട്. അവർ സർജന്മാരുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാർ നല്ലതായതുകൊണ്ടാണ് കീഴ്പള്ളിയിലും ബോയ്സ് ടൗണിൽ നിന്നും ആളുകൾ എങ്ങോട്ട് വരുന്നത് പേരാവുന്ന ആളുകൾ. അയാള് അവിടെ പ്രിയദർശിനി ഉണ്ടെങ്കിലും അവർക്ക് പോകാൻ ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ ഇവിടെ നല്ല ഫെസിലിറ്റീസ്, ഡോക്ടർമാർ മിടുക്കന്മാർ, അങ്ങനെ സംശയമില്ല. പ്രത്യേകിച്ച് ENT-യിലൊക്കെ നല്ല ഡിപ്പാർട്ട്മെന്റാണ്. അത് നിങ്ങൾ പോകണം. ഒപ്പം സന്ദർഭം ഒന്നുകൂടി പറയാം, ഈ പ്രദേശത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും നമ്മുടെ ഈ സീറ്റിന്റെ പൈസ 10 രൂപയാണ്. ഈ നമ്മളെ ചെയ്യില്ല, നമുക്കത് ചെയ്യാതെ നിർവാഹമില്ല. അത് ആദ്യമായിട്ട് ഇവിടെയാണ് പറയുന്നത്. കാരണം ഇരിട്ടിയിൽ 10 രൂപയാക്കി, എല്ലായിടത്തും ആക്കി. അപ്പൊ നമുക്ക് OP ടിക്കറ്റ് ഒരു 5 രൂപ 10 രൂപ ആക്കുന്നത് തെറ്റില്ലല്ലോ. അപ്പൊ ആ 10 രൂപ ആക്കിയാൽ അതിന്റെ ഗുണം ആ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ല എതിർപ്പില്ല നോക്കിയിട്ട് HFC-യിൽ നമുക്ക് ആ തീരുമാനം നമുക്ക് എടുക്കണം. ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് കാരണം ഈ 5 രൂപയ്ക്ക് വേണ്ടി അടി നടക്കുന്നുണ്ട്, ചില്ലർക്ക് വേണ്ടി അടി 2 മധ്യസ്ഥരുടെ കഴിഞ്ഞ ദിവസം പറയണമുണ്ട്. അപ്പൊ ആ പ്രശ്നം കൂടി ഒന്ന് പരിഹരിക്കാം. ഏതായാലും ഈ സന്ദർഭത്തിനായിട്ട് പറയാൻ അവസരം ഓർമ്മിപ്പിച്ചതിന് ഒരു കാര്യം ഞാൻ പറയാം, ആശുപത്രിയെ ബന്ധപ്പെട്ടവരുടെ എല്ലാ പരാതിയും ജൂബിലി എടുത്ത് പറയാം. ആ നിമിഷം ജൂബിലി ഇടപെടും, നമ്മളവിടെ പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ തന്നെ ഫോൺ നമ്പർ പുറത്തുവിട്ടിട്ടുണ്ട് ആശുപത്രിയെ ബന്ധപ്പെട്ട പരാതികൾ പറയാൻ. ജനങ്ങൾക്ക് വേണ്ടിയാണ് ആശുപത്രിയും ഡോക്ടർമാരും സ്റ്റാഫും. ജനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ, നിങ്ങളുടെ മോശമായി പെരുമാറിയാൽ ഒറ്റ സ്റ്റാഫിനെ അവിടെ വെച്ച് സൂക്ഷിക്കില്ലാന്ന് ഉറപ്പു തരാം. അങ്ങനെ കർശനമായ നിലപാടെടുക്കുന്നവരാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. അത് ഇന്നലത്തെ യോഗത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫിനോട്, പാരാമെഡിക്കൽ സ്റ്റാഫിനോട്, ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗം ഉണ്ടാകില്ലെന്ന് ഉറപ്പു തരുന്നു. പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024 റിപ്പോർട്ടാണ്. ഗ്രാമസഭ നല്ല രീതിയിൽ യോഗം ചേർന്ന് വരുന്നുണ്ട്. തുടർന്നും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം 1 വർഷം മിനിമം 3 ഗ്രാമസഭകളെങ്കിലും ചേരേണ്ടതാണ്. വസ്തുനികുതി പരിഷ്കരണം പൂർത്തീകരിക്കേണ്ടതാണ്.
തൊഴിൽ നികുതി ഈടാക്കുന്നതിന്റെ കുറവ് വന്ന തുക ഈടാക്കേണ്ടതാണ്. തൊഴിൽ നികുതി അടക്കാവുന്നത് ലിസ്റ്റിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കാലതാമസം കൂടാതെ ഈടാക്കേണ്ടതാണ്. എല്ലാ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും ലൈസൻസ് എടുപ്പിക്കേണ്ടതാണ്. വിനോദ നികുതികൾ ഈടാക്കുന്നതിനുള്ള അപാകതകൾ പരിഹരിക്കേണ്ടതാണ്. SSA വിഹിത തുക അടവാക്കിയതിന്റെ വിനിയോഗ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. ഹോമിയ മരുന്ന് ലഭ്യമായ വിവരം ഓഡിറ്റേഴ്സിനെ അറിയിക്കേണ്ടതാണ്. സംയോജിത കൃഷി പദ്ധതി പ്രോജക്ട് നടത്തിപ്പിക്കൽ രേഖകൾ ഓഡിറ്റിന് ഹാജരാക്കേണ്ടതാണ്. കറവപ്പശു വാങ്ങൽ വായ്പ എടുത്ത ബാങ്കിന് സബ്സിഡി തുക നൽകുന്നതിന് പകരം കറവപ്പശുവിന് നൽകിയവരുടെ അക്കൗണ്ടിൽ നിന്ന് നൽകുന്നതിന് ശ്രദ്ധിക്കണം. ലൈഫ് ഭവന പദ്ധതി വീടുകൾ പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ജലജീവ മിഷൻ പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകൾക്കും പൈപ്പ് ലൈൻ ജലവിതരണം ഉറപ്പാക്കേണ്ടതും പദ്ധതി നിർവഹണ സഹായ ഏജൻസിയായ കേരള വാട്ടർ അതോറിറ്റിക്ക് പഞ്ചായത്ത് വിഹിതം നൽകേണ്ടതുമാണ്. ഹെൽത്ത് ഗ്രാന്റ് മാർഗനിർദ്ദേശപ്രകാരം വിനിയോഗിക്കേണ്ടതാണ്. തൊഴിൽ നികുതി ഈടാക്കുന്നതിൽ കുറവ് വന്ന തുക ഈടാക്കുന്നതിന് നടപടിയെ സ്വീകരിക്കണം. ഇത് കുറച്ച് വിശദീകരിച്ച് പറയാനുള്ളതാണ്. അത് അല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് വിശദീകരിച്ച് പറയേണ്ടത് വിനോദ സാർ പറയേണ്ടതാണ്. എന്നാൽ ഇത് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. നമ്മൾ വീടൊക്കെ എടുത്ത് നമ്മൾ ആദ്യം വീടെടുത്തിട്ടുണ്ട്. പക്ഷേ വീടെടുത്തതിന് കൂടെ നമ്മൾ കൂട്ടിക്കൂട്ടി വീടെടുത്തു. പിന്നെ റൂമെല്ലാം കൂട്ടി മേലെ എടുത്തു. അതുകൊണ്ട് നമ്മൾ നികുതി അടക്കുന്നില്ല. ഇതൊക്കെ ഇത് പറയുന്നത് കേട്ട് പറയുന്നതാണ്. ഗ്രാമസഭയിൽ പോകുമ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ വസ്തു നികുതി അടയ്ക്കണം. കൃത്യമായിട്ട് എല്ലാ വർഷവും അതിൻ്റെ സമയാസമയങ്ങളിൽ അടയ്ക്കുക. വീടിൻ്റെ നികുതി അടയ്ക്കുക. അതുപോലെ ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ കൊടുക്കാതെ യൂസർ ഫീ എല്ലാ മാസവും കൊടുക്കുക. ഒന്നരാടം മാസം കൊടുക്കാതെ അല്ല തീരെ കൊടുക്കാത്ത ആളുകളുണ്ട് എന്നുള്ളത് ഹരിതകർമ്മസേനയുടെ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഇവർ പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരോട് സ്നേഹപൂർവ്വം ഇടപെടുക. നമ്മളിൽ ഒരാളെ അവരെ കാണുക. ഒരു മോശം രീതിയിൽ ഇടപെടുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളല്ല കേട്ടോ, ആരായിരിക്കും നമുക്ക് പറയുന്നില്ല. എല്ലാ ഭാഗങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ പരാമർശിച്ചു. 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപഭോക്താക്കളുടെ കരട് ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട താമസത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പങ്കാളിത്തങ്ങളുടെ ട്രാൻസ്ഫറും എല്ലാം വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉപഭോക്തൃ ലിസ്റ്റിന്റെ കരട് ലിസ്റ്റ് അംഗീകരിക്കേണ്ടതുണ്ട്. അത് വൈകുന്നേരം സമയമെടുക്കും. 4 മണിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും പോകാൻ തിരക്കുണ്ടാവും. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഗ്രാമസഭയ്ക്ക് എല്ലാവർക്കും ആശംസകൾ ഒപ്പിച്ചോളൂ. പെൻഷൻ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പാസ്സായ പെൻഷന്റെ പേരുകൾ ഇവിടെ വായിക്കാം. മേരി മുഞ്ഞനാട്ട് ഹൗസ്, MC ബാബുരാജ്, ഭരതൻ KV, ജയ്സമ്മ NN, കുമാരൻ C ചേപ്പിലാട്ട് ഹൗസ്, അശോകൻ കുഞ്ഞുമേട്ടിൽ, രാജൻ P, അഭിലേഷ് ഭവൻ, ഗ്രേസി പൂത്തോളം ഹൗസ് 20